മുസൽമാൻ ചിന്തിക്കുമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون صدق الله مولانا العلي العظيم. محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد زينة دنيا وبهجتها محمد كاشف رمات والظلم واعلموا أمة سيدنا محمد. വേദിയിലെ ആദരണീയരായ അധ്യക്ഷൻ, മഹലിൻ്റെ കർമ്മധീരനായ പ്രസിഡന്റ് അഭിവന്ദ്യനായ ഹംസ ഹാജി സാഹിബ്, വേദിയിലെ അനുഗ്രഹീത സാന്നിധ്യം പയ്യന്നൂർ ജാമിഅ അസ്ഹരിയ കമ്മിറ്റിയുടെ അധ്യക്ഷനും പയ്യന്നൂർ മേഖല സംയുക്ത ജമാഅത്തിൻ്റെ പ്രസിഡന്റുമായ സയ്യിദ് KPP തങ്ങൾ അൽ ബുഖാരി, കവായി പ്രദേശത്തെ നിരവധി തലമുറകളുടെ തന്നെ ഗുരുവര്യൻ അഭിവന്ദ്യരായ MAC ഉസ്താദ്, ഈ പ്രദേശത്തിൻ്റെ ആത്മീയ സാരഥ്യം വഹിക്കുന്ന യുവ പണ്ഡിതനും പ്രിയ സുഹൃത്തുമായ ഉസ്താദ് മഹ്മൂദ് സഅദി, കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഭിവന്ദ്യനായ ഷുക്കൂർ ഹാജി സാഹിബ്, അഭിവന്ദ്യരായ ഉസ്താദ് അബ്ദുൽ ഹമീദ് മൗലവി, മറ്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, വിശുദ്ധമായ ഈ ദീനീ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള രക്ഷിതാക്കളെ, യുവ സഹോദരന്മാരെ, കൊച്ചനുജന്മാരെ, സ്നേഹനിധികളായ ഉമ്മപെങ്ങന്മാരെ, ദയാപരനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പാരത്രിക ലോകത്തും ഉപകരിക്കുന്ന സുഹൃതമാക്കി സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ എല്ലാവരുടെയും നമ്മുടെയും പരലോക ജീവിതം അല്ലാഹു തആല സന്തോഷ സമ്പുഷ്ടമാക്കി അനുഗ്രഹിക്കട്ടെ. മുസ്ലിം കേരളത്തെ ആകമാനം കണ്ണീരിലാഴ്ത്തി കഴിഞ്ഞ ദിവസം ദിവംഗതനായ ആത്മീയ കേരളത്തിൻ്റെ കണ്ണിലുണ്ണിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉപാധ്യക്ഷനും കേരള വഖഫ് ബോർഡ് ചെയർമാനും പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സമുദായത്തിന് കരുത്തിൻ്റെ പ്രതീകമായി നേതൃത്വം നൽകുകയും ചെയ്ത മഹാനായ നേതാവ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അപ്രകാരം നമ്മുടെ ഈ കവായി പ്രദേശത്തെ ആകമാനം ദുഃഖത്തിലാഴ്ത്തി കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ പ്രിയ സുഹൃത്ത്, ആ യുവ സുഹൃത്തിൻ്റെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ.
അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ കാരുണ്യം കൊണ്ട് ദുരന്തങ്ങളിൽ നിന്ന്, ആക്സിഡൻറ്റുകളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷിക്കട്ടെ. ആമീൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ശ്ലാഘനീയമായ ഒരു സംരംഭമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല. യഥാർത്ഥത്തിൽ ദീനി ഉത്ബുദ്ധതയുള്ള ഒരു മുസ്ലിമിന് ഏറെ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു മഹനീയമായ മുഹൂർത്തമാണ് ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. കാരണം കവ്വായി മുസ്ലിം ജമാഅത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം അത് ചെറിയ ഒരു കാര്യമല്ല, വലിയ ഒരു കാര്യമാണ്. അല്ലാഹു തആല ധാർമ്മികമായ വഴിയിൽ ഈ നാട്ടുകാർക്ക് സേവനം ചെയ്യാൻ ഇതിൻ്റെ ഭാരവാഹികൾക്ക് തൗഫീഖ് നൽകട്ടെ. മഹല്ല് ജമാഅത്ത് മുസ്ലിം കേരളത്തിന് അല്ലാഹു നൽകിയ വലിയൊരു സൗഭാഗ്യവും വലിയ ഒരു അനുഗ്രഹവുമാണ്. കാരണം നമ്മുടെ സമൂഹത്തെ ധാർമ്മികതയിൽ ഉറപ്പിച്ചു നിർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു വേദിയാണ് മഹല്ലു ജമാഅത്ത്. അതിൽ യാതൊരു സംശയവുമില്ല. മഹല്ല് ജമാഅത്തിലൂടെ ഇസ്ലാമികമായ എല്ലാ വിപ്ലവത്തിനും വഴിയൊരുക്കാൻ കഴിയും. ഇസ്ലാമിൻ്റെ ഇന്നലകളുടെ ചരിത്രം നാം ഒന്ന് വിശകലന വിധേയമാക്കുകയാണെങ്കിൽ മഹല്ലുകളും മഹല്ലിൻ്റെ നേതൃത്വവും ഇസ്ലാമിൻ്റെ തനതായ മുഖം നിലനിർത്തുന്നതിൽ ഗതകാലങ്ങളിൽ വഹിച്ച പങ്ക് അവർണ്ണനീയമാണ്, വാക്കുകൾക്കതീതമാണ്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ആ പൈതൃകവും പാരമ്പര്യവും ഇന്നത്തെ മഹല്ല് കമ്മിറ്റിയിൽ അധിക പേരും കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദുഃഖസത്യം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇന്ന് മഹല്ല് കമ്മിറ്റികൾ കേവലം ഒരു കമ്മിറ്റി മാത്രമായി അധപ്പതിക്കുന്നു എന്നുള്ളത് നമ്മുടെ സമുദായത്തിൻ്റെ പരാജയം തന്നെയാണ്. കമ്മിറ്റിക്കാരുടെ ധാരണ പൊതുവെ ഒരു 90% കമ്മിറ്റിയുടെയും ധാരണ എന്താണെന്നറിയോ? മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മുദരിസിനും ഖത്തീബിനും ഉസ്താദുമാർക്കൊക്കെ ശമ്പളം നൽകാനുള്ള ഒരു വേദിയാണ്. അതേ പ്രകാരം വരിസംഖ്യ പിരിക്കുക, തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കുക, അതൊക്കെ വിറ്റ് മഹല്ലിന് കാശുണ്ടാക്കുക, ഇതിനാണ് മഹല്ല് കമ്മിറ്റി എന്ന് ധരിച്ചു വശായ നിലയിൽ ഇന്നത്തെ മഹല്ല് കമ്മിറ്റിയിൽ അധിക വിഭാഗവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു ദുഃഖസത്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ വളരെ ചെറിയ ഉത്തരവാദിത്തം മാത്രമാണ്. ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ കമ്മിറ്റിയൊന്നും വേണ്ടല്ലോ. കാശുണ്ടെങ്കിൽ ആർക്കാ ശമ്പളം കൊടുത്തുവിടാത്തത്? അല്ലേ? അപ്പം പിന്നെ അതിന് കമ്മിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തിനാ ഈ കമ്മിറ്റി? അവിടെയാ നാം ചിന്തിക്കേണ്ടത്. ഇസ്ലാമിക ഭരണകാലത്ത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ ഇസ്ലാമിൻ്റെ അമീറുമാര് രാജ്യം ഭരിച്ചപ്പോൾ ആ രാജ്യത്തുള്ള ജനങ്ങളോട് നടത്തിയിട്ടുള്ള ധാർമ്മികമായ ദൗത്യം എന്താണോ അതേ ദൗത്യം തന്നെയാണ് മഹല്ല് കമ്മിറ്റിക്കുള്ളത്. മഹല്ല് കമ്മിറ്റിയുടെ ഒന്നാമത്തെ ബാധ്യത മഹല്ലിലുള്ള ജനങ്ങളിൽ ധാർമ്മികത നിലനിർത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ആരും കരുതണ്ട ഞാൻ നിങ്ങളുടെ മഹലിനെ പറ്റിയാ പറയുന്നതെന്ന്. പൊതുവായ വിഷയമാണ് ഞാൻ പറയുന്നത്. ഇന്ന് മഹല്ലുകളിൽ ശരിയാണ്
അഭിമാനത്തിന്റെ തേജപുഞ്ചങ്ങളായി തലയുയർത്തി നിൽക്കുന്ന ഒരുപാട് മദ്രസ കെട്ടിടങ്ങളും പള്ളിയൊക്കെ നമുക്ക് കാണാം, ആവശ്യം തന്നെ. പക്ഷേ അതിന് കാണിക്കുന്ന ആവേശത്തിന്റെ 1% മഹല്ലിലുള്ള ജനങ്ങൾ ധാർമ്മികമായി മുന്നോട്ട് പോകണം, ആദർശത്തിൽ അടിയുറച്ച് നീങ്ങണം എന്ന് ചിന്തിച്ചുകൊണ്ട് മഹല്ലിനെ ആദർശത്തിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമം നടത്തുന്ന എത്ര ഭാരവാഹികളുണ്ട്. ഒരു കാര്യം ഓർത്തോളൂ, നാളെ റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ മഹല്ല് ഭരിക്കുന്നവരോട് റബ്ബ് തആല ചോദിക്കുന്നത് എന്താണെന്നറിയുമോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റും വിധത്തിലായിരിക്കണം മഹല്ലിനെ ഭരിക്കേണ്ടത്. നിന്റെ മഹല്ലിന്റെ ഹൃദയഭാഗത്ത് 10 നിലകളുള്ള കെട്ടിടം ഉണ്ടാക്കിയിരുന്നോ എന്ന് റബ്ബ് ഒരു കമ്മിറ്റിക്കാരനോടും ചോദിക്കൂല. നിന്റെ മഹല്ലിൽ ഭൗതികമായ പുരോഗമനത്തിന്റെ വഴി തുറക്കുന്നതിൽ നീ പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് റബ്ബ് നിന്നോട് ചോദിക്കൂല. മറിച്ച് ഓരോ കമ്മിറ്റി ഭാരവാഹിയെയും റബ്ബിന്റെ മുന്നിൽ ഭീകരമായ മത്സരാവൻ സഭയിൽ നിർത്തിയിട്ട് റബ്ബ് തആല ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു മഹല്ലിന്റെ വലിയ ഭാരവാഹിത്വം നിനക്ക് നൽകിയിട്ട് ആ മഹല്ലിൽ എൻ്റെ വിശുദ്ധമായ ഇസ്ലാമിക ആദർശത്തിന്റെ പൈതൃകം നിലനിർത്താൻ നീ പരിശ്രമിച്ചിരുന്നോ? നിന്റെ കീഴിലുള്ള മഹല്ലിൽ ഹറാമ് കൊടികുത്തി വാഴുമ്പോൾ അരുതേ അരുതേ എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയുള്ള നിയമം കൊണ്ടുവരാൻ നീ പരിശ്രമിച്ചിരുന്നോ? നിന്റെ മഹല്ലിലുള്ള യുവതീ യുവാക്കൾ തെമ്മാടിത്തത്തിന്റെ പ്രതീകങ്ങളായി മാറിയപ്പോൾ അവരെ ആദർശത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കമ്മിറ്റി ഭാരവാഹി എന്ന നിലയിൽ എന്ത് ഭാഗധേയത്വമാ നിന്നിൽ നിന്ന് ഉണ്ടായത് എന്ന് റബ്ബ് തആല നാളെ ചോദിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ എന്താണ് നിങ്ങൾക്ക് അവിടെ മറുപടി പറയാൻ കഴിയുക? ഈ ഗോൾഡൻ ജൂബിലിയിലെ ഉദ്ഘാടന വേദിയിൽ നിന്ന് ഇവിടെയുള്ള ഭാരവാഹികളും ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികളും പ്രതിജ്ഞയെടുക്കേണ്ട തീരുമാനം, ഇന്നാട്ടിൽ കല്യാണത്തിന്റെ തലേന്ന് ഒരു ഗാനമേളയും നടക്കാൻ ഇവിടെയുള്ള കമ്മിറ്റി അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനമെടുക്കാൻ ഈ കമ്മിറ്റി മുന്നോട്ട് വരുമെങ്കിൽ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇങ്ങനെ ഒരുപാട് ഹറാമിയത്തുകൾ കല്യാണത്തോട് അനുബന്ധിച്ചും അല്ലാതെയും അല്ലേ മദ്യക്കുപ്പികളേന്തിയിട്ട് മതോന്മത്തന്മാരായിട്ട് നഗ്നതാണ്ഡവം നാടുന്ന യുവതി യുവാക്കൾ ഈ സമുദായത്തിന്റെ ശാപമായി മാറുമ്പോൾ ഞാൻ ഭരിക്കുന്ന എൻ്റെ കവ്വായി മഹല്ലിൽ ഇല്ല, ഇസ്ലാമിക ആദർശത്തിനെതിരെ നിന്നുകൊണ്ടുള്ള ഇത്തരം പ്രവണതകളെ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനമെടുത്തിട്ട് ഇങ്ങനെയുള്ള അധാർമികതകൾക്കെതിരെ ധീരമായി നിലകൊള്ളാൻ കമ്മിറ്റി ഭാരവാഹികളെ നിങ്ങൾ ഒരുങ്ങുവോ? എങ്കിൽ നിങ്ങൾക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷയുണ്ട്. ഈ സമുദായത്തിലുള്ള ഒരുപാട് പെങ്ങന്മാര് കല്യാണത്തിന്റെ പേര് പറഞ്ഞ് ഒരുപാട് ഹറാമിയത്തിന്റെ വഴിയിലൂടെ നീങ്ങുമ്പോൾ തലമറച്ചും ശരീരം മറച്ചും മറക്കാതെയും ഇടയന്മാരില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ കറങ്ങി നടന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന മഹിതമായ ആദർശത്തിന്റെ വഴി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കീഴിലുള്ള മഹല്ലിലുള്ള ഒരു പെണ്ണും അങ്ങനെയുള്ള അരാജകത്വത്തിന്റെ വഴിയിൽ നീങ്ങൂല എന്ന് ഉറച്ച തീരുമാനമെടുക്കാൻ ഈ കമ്മിറ്റി ഭാരവാഹികൾ ഒന്ന് മുന്നോട്ട് വരുവോ? അങ്ങനെ ഈ ഗോൾഡൻ ജൂബിലിയുടെ ആരംഭം കുറിക്കുന്ന മഹനീയമായ മുഹൂർത്തം മുതൽ ഈ മഹല്ലിൽ നിന്ന് ഹറാമിയത്തിന്റെ വാതിലടക്കാൻ, തെമ്മാടിത്തത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കാൻ, അധാർമികതയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന സമുദായത്തിന്റെ വലിയ ഒരു വിഭാഗത്തെ ധർമ്മ സംസ്കാരത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുള്ള പരിശുദ്ധമായ പരിശ്രമം നടത്തുമെന്ന് ഉജ്ജ്വലമായ നിലയിൽ ചിന്തിക്കാനും ആ നിലയിൽ മുന്നോട്ട് പോകാനും അങ്ങനെ ഐഡന്റിറ്റി ഉള്ളവരായിട്ട്, ഇസ്ലാമിക ഐഡന്റിറ്റി ഉള്ളവരായിട്ട് അതേ ഈ പരിശുദ്ധമായ മഹല്ലിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിജ്ഞയെടുക്കാൻ ഇതിന്റെ ശബ്ദം കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന ഇതിന്റെ ഭാരവാഹികളെ നിങ്ങൾ ഒരുങ്ങോ? നാട്ടുകാരെ അവർക്ക് പിന്തുണ നൽകാൻ നിങ്ങൾ സജ്ജരാകുവോ? എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ മുന്നിൽ കമ്മിറ്റി ഭാരവാഹികളും രക്ഷപ്പെടുള്ളൂ, നാട്ടുകാരും രക്ഷപ്പെടുള്ളൂ.
നാം ഗൗരവത്തിൽ ഈ കാര്യം ചിന്തിക്കണം. കാരണം ഇന്നലകളുടെ കേരളത്തിൻ്റെ ഇസ്ലാമിക പൈതൃക ചരിത്രം നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. മഹല്ല് കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരായ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയ മുസ്ലിം വിഭാഗം, അതല്ലേ ഇസ്ലാമിൻ്റെ തനതായ മുഖം ഇവിടെ നിലനിർത്തുന്നതിൽ. അങ്ങനെയുള്ള പ്രത്യേകമായ സംവിധാനത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രത്യേകമായ കർമ്മകുശലതയും ശുഷ്കാന്തിയും ഇന്നത്തെ സമുദായത്തിന് ഇല്ലാതെ പോയതിൻ്റെ അനന്തരഫലം, ഈ സമുദായത്തിനകത്ത് പ്രശ്നങ്ങൾ, ഈ സമുദായത്തിന് പുറത്തും പ്രശ്നങ്ങൾ, എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അരാജകത്വത്തിൻ്റെയും ഹറാമീയത്തിൻ്റെയും ദീനിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിൻ്റെയും അഭിശപ്തമായ ഒരുപാട് രംഗങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ഗതികേട് ഈ സമുദായത്തിന് വരുമ്പോൾ അതിനെതിരെ ഒരു വിരലനക്കാൻ, അതിനെതിരെ ഒരു നീക്കം നടത്താൻ, അതിനെതിരെ ഒരു പരിശ്രമം നടത്താൻ മുന്നോട്ട് വരാത്ത അവസ്ഥ വളരെ പരാജയത്തിൻ്റെ ലക്ഷണമാണ്. മാത്രമല്ല, ഇസ്ലാമിനകത്ത് നിന്നും പുറത്തു നിന്നും ഇസ്ലാമിനെതിരെ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ അതിൻ്റെ കാരണം നമ്മൾ ഓർക്കുവോ? ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് നോക്കിയാൽ ഈ സമുദായം വെല്ലുവിളികൾക്കിടയില, ഈ സമുദായം പ്രതിസന്ധികൾക്കിടയില. ദിനംതോറും പത്രമാധ്യമങ്ങൾ നമ്മുടെ കൈകളിൽ കിട്ടുമ്പോൾ ഫലസ്തീനിൻ്റെ തെരുവീതികളിൽ ഇസ്രായേലിലെ ജൂതന്മാരുടെ തീത്തുപ്പുന്ന വെടിക്കോപ്പുകൾക്ക് മുന്നിൽ ഈ ആമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ കഥനകഥകൾ പത്രത്തിലൂടെയും അല്ലാതെയും നമ്മുടെ കരളലിയിപ്പിക്കുമ്പോൾ, ഇറാഖിന്റെ തെരുവീതികളിൽ ആധുനിക ഫറോവയുടെ ശിങ്കിടികൾ ഈ സമുദായത്തിന്റെ ജീവനെടുക്കുമ്പോൾ, ഇങ്ങനെ എവിടെയും നമ്മൾ നോക്ക്, നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, നമ്മുടെ വ്യക്തിത്വം അവമതിക്കപ്പെടുന്നു, നമ്മുടെ അഭിമാനക്ഷതം സംഭവിക്കപ്പെടുന്നു. ഒരുപാട് പ്രശ്നത്തിന്റെ ഭീകരമുഖങ്ങളെ നാം കാണേണ്ടിയും അനുഭവിക്കേണ്ടിയും വരുന്നു. എന്താ കാര്യമെന്നറിയോ? എവിടെയും നീറുന്ന നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം, എവിടെയും ഈ സമുദായം വെല്ലുവിളിയുടെ ഭീകരമായ മുഖത്തുകൂടി മുന്നോട്ട് പോകേണ്ടി വരുന്നതിനുള്ള കാരണം നാം ആദർശത്തിൽ നിന്ന് പിന്നോട്ട് പോയതാണ്. നമ്മുടെ കൺമുമ്പിൽ പോലും ഹറാമ് നടക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയാൻ നാവ് പൊങ്ങാത്ത നേതൃത്വവും നാവ് പൊങ്ങാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ മാറിയപ്പോൾ അല്ലാഹു നമ്മെ കാരുണ്യത്തിന്റെ കണ്ണോടെ നോക്കുന്നില്ല. ഒരു ഹദീസ് നിങ്ങൾ കേട്ടോളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു തആല അറിയിക്കുകയാണ്, അന മാലികുൽ മുലൂക് ഖുലൂബുൽ മുലൂക് ഫീ യദി വഇന്നൽ ഇബാദ ഇദാ അതാഊനി ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഹ്മതി വറഅഫ വഇന്നൽ ഇബാദ ഇദാ അസൗനി ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിന്നിഖ്മതി വസ്സഖ്താ. ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചിന്തിക്ക, ഭരിക്കുന്നവരും ഭരണകൂടവും അധികാര ചെങ്കോലേന്തുന്നവർ പോലും ഈ സമുദായത്തിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അപകടകരവും അഭിശപ്തവുമായ സാഹചര്യം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിലകൊള്ളുമ്പോൾ, 14 മുമ്പ് മദീന പള്ളിയിലെ മണൽ വിരിച്ച ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ നായകൻ, ആദർശത്തിൻ്റെ മഹാനായ നായകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയ വചനങ്ങൾ നാം ഓരോരുത്തരും മനസ്സ് തുറന്നിട്ടൊന്ന് ചിന്തിക്കുവോ? അല്ലാഹു പറയുന്നു, അന മാലികുൽ മുലൂക്
മുലൂക്ക്, ഞാനാണ് രാജാതിരാജൻ, ഞാൻ രാജാതിരാജനാണ്. ഖുലൂബുൽ മുലൂകി ഫീ യദി, എല്ലാ രാജാക്കന്മാരെയും എല്ലാ മന്ത്രിമാരെയും എല്ലാ ഭരണകർത്താക്കളെയും ഭരിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പിന്നെ പറയുന്നു, വ ഇന്നൽ ഇബാദ ഇദാ അതാഊനി, എൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ അനുസരിച്ചാൽ, എൻ്റെ ആദർശം പിൻപറ്റിയാൽ, ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഹ്മതി വറഅഫ, നിങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാരുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമായി കാരുണ്യം കൊണ്ട് ഞാൻ നിറക്കും, കാരുണ്യം കൊണ്ട് ഞാൻ നിറക്കും, ദയാപരത കൊണ്ട് ഞാൻ നിറക്കും. എന്താ പറഞ്ഞത്? എല്ലാവരും ഒന്നുകൂടി കേൾക്ക്. റബ്ബ് തആലയാ പറയുന്നത്, അല്ലാഹുവിനെ അനുസരിക്കുന്നവരായി, ആദർശമുള്ളവരായി, ദീനീ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നവരായി നമ്മൾ മാറിയാൽ അല്ലാഹ് തരുന്ന ഓഫർ എന്താണെന്നറിയോ? ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഹ്മതി വറഅഫ, നിങ്ങൾ ഭരിക്കുന്ന ഭരണാധിപന്മാരുണ്ടല്ലോ, രാജാക്കന്മാരുണ്ടല്ലോ, മന്ത്രിമാരുണ്ടല്ലോ, അവരുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാരുണ്യം കൊണ്ട് ഞാൻ നിറക്കും, ദയാപരത കൊണ്ട് ഞാൻ നിറക്കും. എന്നിട്ട് പിന്നെ അല്ലാഹു പറയുന്നു, വ ഇന്നൽ ഇബാദ ഇദാ അസൗനി, എൻ്റെ അടിമകൾ എനിക്കെതിരെ നിന്നാൽ, എൻ്റെ ആദർശത്തോട് വിമുഖത കാണിച്ചാൽ, ധാർമ്മികതകളുടെ അടിമകളും ഉടമകളുമായിട്ട് എൻ്റെ അടിമകൾ മാറിയാൽ, ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിന്നിഖ്മതി വസ്സഖത, അവരെ ഭരിക്കുന്ന രാജാക്കന്മാരെ ദേഷ്യം കൊണ്ടും ക്രൂരത കൊണ്ടും എൻ്റെ അടിമകൾക്കെതിരെ തിരിച്ചുവിടും. ഒന്നുകൂടി കേൾക്ക്. ആരായി പറയുന്നത്? ഈ പ്രപഞ്ചം പടച്ച റബ്ബാ പറയുന്നത്. നമ്മെ പടച്ച റബ്ബ്, ആരോഗ്യം നൽകിയ റബ്ബ്, സന്തതികളെ നൽകുന്ന റബ്ബ്, സമ്പത്ത് നൽകുന്ന റബ്ബ്, ആ റബ്ബാ പറയുന്നത്, എൻ്റെ അടിമകളെ നിങ്ങൾ എനിക്കെതിരെ നീങ്ങിയാൽ, എൻ്റെ കൽപ്പനകളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ, നിങ്ങളെ ഭരിക്കുന്ന മന്ത്രിമാരെയും രാജാക്കന്മാരെയും ഭരണകർത്താക്കളെയും ബിന്നിഖ്മതി വസ്സഖത, ക്രൂരത കൊണ്ടും ക്രോധം കൊണ്ടും ക്ഷോഭം കൊണ്ടും നിങ്ങൾക്കെതിരെ നാം തിരിച്ചുവിടുമെന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുമ്പോൾ, ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ആനുകാലിക രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നാം ഒന്ന് വിശകലനം ചെയ്യൂ മുസ്ലിമേ. പ്രഭാതം പൊട്ടിവിടരുമ്പോ, പത്രമാധ്യമങ്ങൾ നമ്മുടെ കയ്യിലെത്തുമ്പോ, നമ്മുടെ രക്തത്തിന്റെ ബാക്കികളായ സഹോദരീ സഹോദരന്മാര് തീത്തുപ്പുന്ന വെടിക്കോപ്പുകൾക്ക് മുന്നിൽ ഈ ആമ്പാറ്റകളെ പോലെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ രംഗങ്ങൾ വായിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഗതികേട് നമുക്കുണ്ടെങ്കിൽ, എന്തേ ഭരണകൂടം നമുക്കെതിരാകുന്നു, എന്തേ മന്ത്രിമാര് നമുക്കെതിരാകുന്നു, എന്തേ രാജാക്കന്മാര് നമുക്കെതിരാകുന്നു? നാം രാജാതിരാജനായ റബ്ബിനെ മറന്നില്ലേ? ആ റബ്ബിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിയില്ലേ? ആ റബ്ബിന്റെ ആദർശത്തോട് വിമുഖത പുലർത്തിയില്ലേ? ഓർത്തു നോക്ക്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആദർശത്തിന്റെ വഴിയിൽ അചഞ്ചലമായ ഈമാനോടുകൂടി ജീവിതം നയിച്ച പൂർവീക മുസൽമാന്മാര് റബ്ബ് തആല സഹായിച്ചത് അവരെ ഭരിക്കുന്ന രാജാക്കന്മാരുടെ മനസ്സിൽ അവരോട് കാരുണ്യമിട്ട് കൊടുത്തുകൊണ്ടാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാലോ, പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നു, പോർച്ചുഗീസുകാര് കേരളത്തിലേക്ക് വന്നു, അധിനിവേശത്തിന്റെ വിഷവിത്തുമായി. അങ്ങനെ കേവലം അധിനിവേശം മാത്രമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്, മുസൽമാന്മാരോടുള്ള വല്ലാത്ത വിദ്വേഷം ഉണ്ടായിരുന്നു. കേരള ചരിത്രം പഠിച്ചു നോക്ക്. പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നു, കോഴിക്കോട് ജില്ലയിലെ ചാലിയത്തെ ചിരപുരാതനമായ പള്ളി തകർത്തു. അന്ന് രാജ്യം ഭരിക്കുന്നത് സാമൂതിരി രാജാവാ. മുസൽമാന്മാര് വളരെ ന്യൂനപക്ഷമായിരുന്നു. മുസൽമാന്മാരെ ക്രൂരമായി കൊന്നൊടുക്കാനും മർദ്ദിക്കാനും മുസൽമാന്മാരുടെ ആരാധനാലയങ്ങൾ തകർക്കാനും തുടങ്ങി. എന്തിനധികം
മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവായ ഖാദി മുഹമ്മദ് നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിൽ കാണിക്കയർപ്പിക്കാൻ രചിച്ച ഫത്ഹുൽ മുബീൻ എന്ന കാവ്യഗ്രന്ഥത്തിൽ ആ രംഗം പറയുന്നുണ്ട്. പോർച്ചുഗീസുകാര് കേരളത്തിലേക്ക് വന്ന് ന്യൂനപക്ഷമായ മുസൽമാന്മാരോട് നടത്തിയ ഹീനമായ ക്രൂരത അദ്ദേഹം പറയുന്നു. വഹാദമു മാബാനിയൽ ഇസ്ലാമി ثم بنوا لهم بها المعابدا وأحرقوا المصحف والمساجد وقاتلوا النسوان والصبيان. പരിശുദ്ധമായ ഖുർആൻ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു അവർ. പള്ളി പൊളിച്ചു എന്ന് മാത്രമല്ല, പള്ളി പൊടിച്ചിട്ട് അതിൻ്റെ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് അവരുടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി. പിഞ്ചുമക്കളെയും സഹോദരിമാരെയും ക്രൂരമായി കൊന്നുകളയുന്നു. ഈ അവസരത്തിൽ സർവായുധ വിഭൂഷിതരും കിങ്കരന്മാരുമായിരുന്ന പോർട്ടീസുകാരുടെ ക്രൂരതകൾക്ക് മുന്നിൽ ന്യൂനപക്ഷമായ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ന്യൂനപക്ഷമായി നിസ്സംഗരായി നിസ്സഹായമായിട്ട് നോക്കി നിൽക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവായിരുന്ന സാമൂതിരി രാജാവ് തൻ്റെ പട്ടാളം, നായർ പട്ടാളത്തെ വിളിക്കുന്നു. ദർബാറിലേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നു, പട്ടാളക്കാരെ, നമ്മുടെ നാട്ടിലെ വിശ്വസ്ത പ്രജകളായ മുസ്ലിങ്ങൾ, അവരെ പോർച്ചുഗീസുകാർ വന്ന് വല്ലാതെ മർദ്ദിക്കുന്നുണ്ട്, വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസൽമാന്മാരെ രക്ഷിക്കാൻ നായർ പട്ടാളം ഇറങ്ങണമെന്ന് രാജദർബാറിൽ പട്ടാളക്കാരെ വിളിച്ചിട്ട് സാമൂതിരി രാജാവ് പറഞ്ഞപ്പോൾ ആ സാമൂതിരി രാജാവിൻ്റെ പട്ടാളമായ നായർ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റൻ മുസൽമാന്മാരുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, വഖാലത്തിന്നുയ്യാറു അൻതുമു ഖലീൽ വലം നുഖല്ലീകും അലൽ ഹർബിൽ ജലീൽ. നായർ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റന്മാര്, വഖാലത്തിന്നുയ്യാറു നായന്മാര് വന്നിട്ട് പറയുന്നു, അൻതുമു ഖലീൽ, മുസൽമാന്മാരെ നിങ്ങൾ ചെറിയ വിഭാഗമാണ്, ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് വലം നുഖല്ലീകും അലൽ ഹർബിൽ ജലീൽ, പോർട്ടുഗീസുകാരുമായിട്ടുള്ള ഈ സംഘട്ടനത്തിൽ, ഈ യുദ്ധത്തിൽ നിങ്ങളെ ഞങ്ങൾ തനിച്ചാക്കൂല്ല. ഞങ്ങൾ നായർ പട്ടാളം നിങ്ങളോടൊപ്പമുണ്ട്. രണാങ്കണത്തിൽ ഇറങ്ങിക്കോളൂ. നിങ്ങളുടെ അവകാശധ്വംസനത്തിനെതിരെ നിലകൊള്ളാൻ ഞങ്ങളുമുണ്ടെന്ന് പറഞ്ഞ് രാജ്യം ഭരിക്കുന്ന സാമൂതിരി രാജാവിൻ്റെ പട്ടാളമായ നായർ പട്ടാളം ഈ സമുദായത്തെ രക്ഷിക്കാൻ പോർട്ടുഗീസുകാരോടുള്ള യുദ്ധത്തിൽ രണാങ്കണത്തിൽ ഇറങ്ങിയെങ്കിൽ പോർട്ടുഗീസുകാരെ ജയിച്ചടക്കിയിട്ട് വിജയവൈജയന്തി പറത്തിയിട്ട് തകർത്ത പള്ളി പുനഃസ്ഥാപിച്ചില്ലേ. ഇങ്ങനെ ഇന്നലകളുടെ ചരിത്രം നമ്മൾ പഠിക്ക്. മുഅ്മിനീങ്ങളായിട്ട് അന്നുള്ളവർ ജീവിച്ചപ്പോൾ അവരുടെ കയ്യിൽ ആയുധമില്ലായിരുന്നു, ബോംബുകളില്ലായിരുന്നു, വാളുകളില്ലായിരുന്നു. അങ്ങനെയുള്ള ആത്മാർത്ഥമായ ഈമാൻ മാത്രം കൈമുതലാക്കിയിട്ട് ഇന്നലകളിലുള്ള മുസൽമാന്മാര് മാറിയപ്പോൾ അവരെ ഭരിക്കുന്ന രാജാക്കന്മാര് അവരെ സഹായിക്കാൻ അവരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, എന്നാൽ ഇന്ന് ചിന്തിക്കും മുഅ്മിനീങ്ങളെ, നമ്മുടെ കേരളം മുതൽ ദേശീയ തലം മുതൽ ഇന്റർനാഷണൽ തലം വരെ ചിന്തിക്ക്. എവിടെയും ഭരണാധിപന്മാര് ദീനിനെതിരെ, ഈ സമുദായത്തിനെതിരെ എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ അന്യായമായിട്ട് അഫ്ഗാനിന്റെ തെരുവീതികളിൽ ബോംബർ വിമാനങ്ങളിലൂടെ ബോംബുകൾ വർഷിച്ച് മുസൽമാന്മാരുടെ കബന്ധങ്ങൾ കുന്നുകൂട്ടിയപ്പോൾ അവസാനം ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ മുകളിലൂടെയും ബോംബുകളെ പറപ്പിക്കാനുള്ള ഹീനമായ ശ്രമം ആധുനിക ഫറോവയും ശിങ്കിടികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളെ മാത്രം
മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നാം ദീനിൽ നിന്ന് പിന്നോട്ട് പോയപ്പോൾ, ഹറാമിന്റെ അടിമകളായി മാറിയപ്പോൾ, നിസ്കാരമില്ലാത്തവരായി നമ്മൾ അതപ്പതിച്ചപ്പോൾ, റബ്ബിനെ ഭയപ്പെടേണ്ടതിന് പകരം ഭൗതിക നേതാക്കന്മാരെയും ഭൗതിക സൗഖ്യങ്ങളെയും ഭയപ്പെടുന്ന ഒരവസ്ഥാവിശേഷം വന്നപ്പോൾ അല്ലാഹു തആലാക്ക് നമ്മെ വേണ്ടാത്ത ഒരവസ്ഥ വന്നു. നമ്മളെല്ലാവരും ചിന്തിക്കണം നമ്മുടെ അവസ്ഥ. ഇതാണ് എവിടെയും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ കാരണം. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഒരു 6-7 വർഷം മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു റമദാനിലെ വെള്ളിയാഴ്ച സെൻട്രൽ ജയിലിനകത്തുള്ള പള്ളിയിൽ ഖുതുബയോദാൻ ഈ വിനീതന് ചാൻസ് കിട്ടി. അവിടെ ഗവൺമെൻറ് നിയോഗിച്ച ഖത്തീബ് പെട്ടെന്ന് വിസിറ്റിന് പോയപ്പോൾ ഒരു സാഹചര്യം വന്നതാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു പള്ളി ഉണ്ടെന്നും അവിടെ ജുമഅ ഉണ്ടെന്നൊക്കെ എനിക്ക് തന്നെ മനസ്സിലായത്. അങ്ങനെ അത് ഒരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ഒരു 12 മണിയായപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തെ വിശാലമായ ഏക്കറക്കണക്കിന് വിശാലമായി കിടക്കുന്ന ആ സെൻട്രൽ ജയിലിൻ്റെ അകത്തിൽ ഉള്ള 4 ഭാഗത്ത് നിന്നും എത്തീങ്ങാന കുട്ടികൾ വരുന്ന പോലെ ഈ തടവ് പുള്ളികൾ 80ഓളം പേര് ഒരേ വസ്ത്രം. എനിക്ക് തോന്നിയത് എത്തീങ്ങാന കുട്ടികൾ വരുന്ന എന്താ, ഒരേ കുപ്പായം, ഒരേ തുണി, ഒരേ ടവലും, കോറയുടെ ആ മഞ്ഞ കളറില്ല അത്. എന്നിട്ട് എല്ലാവരും പള്ളിയിൽ വന്നപ്പോൾ ഒരു 25 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവരെ ഞാൻ അവിടെ കണ്ടു. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്താണെന്നറിയോ, ആ തടവ് പുള്ളികളുടെ ക്യാപ്റ്റൻ ആരാന്നറിയോ? കണ്ടാത്തൊന്നും വലിയ മുദരിസാണ്, വലിയ താടി, തലയിക്കെട്ട്, ആ മുദരിസുമാരിടുന്ന കുപ്പായം, വെള്ളത്തുണി, വലിയൊരു ഹാജിയാര് ബത്തിലടക്കമൊക്കെ ഇങ്ങനെ തിന്നുന്നുണ്ട്. അങ്ങനെ അയാളാണ് ബാങ്ക് കൊടുത്തതും അയാളാണ് മാശ്ര വിളിച്ചതും. അങ്ങനെ ഞാൻ അയാളെ ഇങ്ങനെ നോക്കി, റബ്ബേ ഇയാൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തെത്തിയത്? തടവ് പുള്ളിയാണ്. അപ്പം ഞാൻ അയാളോട് ചൊല്ല, ഇവരൊക്കെ ചെറുപ്പക്കാര്, ചെറുപ്പത്തിൻ്റെ വൈകാരിക സമ്മർദ്ദത്തിൽ പല തെറ്റുകളും വരാൻ സാധ്യതയുള്ളവർ, അങ്ങനെ സംഭവിച്ചു പോയി ഇവിടെ എത്തിയെന്ന് പറയാം. നിങ്ങളെങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് നൽകിയ മറുപടി നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അയാൾ പറഞ്ഞ മറുപടി എങ്ങനെയാണെന്നറിയോ? ഞാൻ എൻ്റെ കുരിപ്പാരം പുതിയാപ്പിളിനെ കൊണ്ടാണ് ഇവിടെ എത്തിയത്. അങ്ങനെ അയാൾ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ പുതിയാപ്പിളങ്ങൾ എന്താ ചെയ്ത് പിടിച്ച് ജയിലിലിട്ടതാ? അതല്ല, അയാളും ഞാനുമായിട്ട് അല്പം സാമ്പത്തിക ഇടപാടിൽ വലിയ തർക്കമായി, അങ്ങനെ ഷണ്ടയായി. എനിക്കാണെങ്കിലും മൂക്കിന്മേൽ ശുണ്ടിയാണ്. ഞാനിങ്ങനെ അടക്ക വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുതിയാപ്പിള വല്ലാതെ ഇങ്ങനെ ചീത്ത പറയണത്. എനിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വന്നു. അടക്ക വെട്ടണ കത്തിയോണ്ട് നെഞ്ചത്തൊരു കുത്തൊടുത്തു. അയാളുടെ കഥ കഴിഞ്ഞു. അയാൾ മണ്ണൂരെത്തി, ഞാൻ ജയിലിലെത്തി. ഇവിടെ ഞാൻ എന്തിനായി പറഞ്ഞെന്നറിയോ? ചിന്തിക്ക്. കേവലം കുറച്ച് കാശിന് വേണ്ടി പുതിയാപ്പിളയെ കൊല്ലുന്ന അമ്മോശന്മാർ. ഇത് ചെറിയൊരു ഉദാഹരണം. ഇങ്ങനെ അനവധി നിരവധി ഉദാഹരണങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആദർശത്തിൽ നിന്ന് തെറ്റിയിട്ട് തെമ്മാടിത്തത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു അല്ലേ? പെങ്ങന്മാരെ, നിങ്ങൾ ചിന്തിക്ക്. എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം 2 മാസം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കയിൽ ഈ വിനീതൻ ഒരു പ്രഭാഷണത്തിന് ചെല്ലാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് 1 മണിക്കൂർ ഓടണം. സംഘാടകർ വാഹനവുമായിട്ട് എന്നെ കൂട്ടാൻ വന്നിരുന്നു. വാഹനത്തിൽ കയറിയിട്ട് കാസർഗോഡ് ടൗണിലൂടെ വാഹനം നീങ്ങുമ്പോൾ പെട്ടെന്ന് വാഹനം ബ്ലോക്കായി. കുറേ സമയത്തേക്ക് വാഹനം ചലിക്കുന്നില്ല. എൻ്റെ കൂടെയുള്ള യുവാക്കളിൽ ഒരാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി നോക്ക് എന്താണ് പ്രശ്നം. അങ്ങനെ പറഞ്ഞപ്പോൾ 2 ആൾ ഇറങ്ങിപ്പോയി. ഒരാൾ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, റോഡിൻ മധ്യത്തിൽ ഒരു 40-50 വയസ്സ് തോന്നിക്കുന്ന പർദ്ദ ധരിച്ച ഒരു മുസ്ലിം പെണ്ണ് ബോധം കെട്ട് വീണിരിക്കുകയാണ്, അതാണ് റോഡ് ബ്ലോക്കായിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ യുവാവ് കാർ കയറി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 2ാമൻ വന്നിട്ട് കാർ കയറുമ്പം പറയാണ്, ഉസ്താദേ, ഈ സമുദായത്തിൻ്റെ ഗതികേട് എന്ന് പറഞ്ഞിട്ടാ കാർ കയറുന്നത്. ഞാൻ തമാശയായിട്ട് ചോദിച്ച്, ബോധം കെട്ട് വീഴൽ ഗതികേടാണോന്ന് ചോദിച്ചു. അപ്പോഴാണ് അയാൾ പറയുന്നത്, ഉസ്താദെ എന്താണെന്നറിയോ ഞാൻ അങ്ങനെ പറയാൻ കാരണം?
ബോധം കെട്ട് വീണ പൂർണ്ണമായും പർദ്ദാധാരിണിയായ ആ പെണ്ണിനെ പൊക്കിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ യുവാക്കൾ ശ്രമിക്കുമ്പോൾ ദുർഗന്ധം കൊണ്ട് അടുത്തേക്ക് അടുക്കാൻ പോലും വയ്യ. എന്തിൻ്റെ ദുർഗന്ധം? ഛർദിച്ചതിൻ്റെ ദുർഗന്ധമാണോ? ഒരാഴ്ചയായി കുളിക്കാത്തതിനാലുള്ള ദുർഗന്ധമാണോ? അതല്ല പർദ്ദ അലക്കാത്തതിനാലുള്ള ദുർഗന്ധമാണോ? അല്ല. പിന്നെ മദ്യത്തിൻ്റെ ദുർഗന്ധം, കള്ളിൻ്റെ ദുർഗന്ധം കൊണ്ട് 50ഓളം വയസ്സ് തോന്നിക്കുന്ന പൂർണ്ണ പർദ്ദാധാരിണിയായ ആ പെണ്ണ് മതോന്മത്തയായി ബോധം കെട്ട് വീണപ്പോൾ അവളെ പൊക്കിയെടുക്കാൻ പോലും പറ്റാത്ത വിധം ആ മുസ്ലിം പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്നും മദ്യത്തിൻ്റെ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സമുദായത്തിൻ്റെ പോക്കെങ്ങോട്ടാണ്? അധപ്പതനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആപതിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിൻ്റെ ദുർഗതിയൊന്ന് ഓർക്കുവോ? പിന്നെങ്ങനെ റബ്ബ് നമ്മെ വെറുക്കാതിരിക്കും? പിന്നെങ്ങനെ ഭരണകൂടങ്ങൾ നമുക്കെതിരെ തിരിയാതിരിക്കും? പിന്നെങ്ങനെ നമുക്കെതിരെ നീങ്ങാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളെല്ലാം ഒന്നിക്കാതിരിക്കും? അതുകൊണ്ട് സമുദായമേ ഒന്നുണരുവോ? നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുവോ? ഇന്നല്ലെങ്കിൽ നാളെ മരണം, ഇന്നല്ലെങ്കിൽ നാളെ മരണം. എത്ര വല്ല പണത്തിൻ്റെ പത്രാസുള്ളവനാണെങ്കിലും, 10 നിലകളുള്ള കെട്ടിടത്തിൻ്റെ മുതലാളിയാണെങ്കിലും, വലിയ ഡിഗ്രി നേടിയ ആളാണെങ്കിലും, കൊട്ടാര സമാനമായ വീടിൻ്റെ അകത്തളങ്ങളിൽ സൗഖ്യത്തിൻ്റെ ശീതളച്ചായയിൽ കഴിയുന്നവനാണെങ്കിലും, ഒരു സുപ്രഭാതത്തിൽ നിന്റെ മുന്നിലും അസ്രായീൽ വരുമടാ. വെള്ളയിൽ പൊതിഞ്ഞ് 3 കെട്ടും കെട്ടിയിട്ട് നിന്നെയും 6 അടി മണ്ണെന്ന ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇസ്ലാമിൽ നിന്ന് നിന്നെ അകറ്റിയ നിന്റെ കൂട്ടുകാര് ആ ഖബറിൽ സാന്ത്വനമായിട്ട് വരുവോ? ഹറാമിന്റെ വഴിയിലൂടെ നീങ്ങിയപ്പോൾ പാടില്ലടാ മോനെ എന്ന് പറയാൻ നാക്ക് പൊങ്ങാത്ത നിന്റെ പിതാവ് ആ ഖബറിൽ വന്ന് നിന്നെ രക്ഷിക്കുവോ? എൻ്റെ പെങ്ങന്മാരെ, സീരിയലും സിനിമയും കണ്ടിരിക്കുമ്പോൾ, ശരീരം മറയാത്ത വേഷം ധരിച്ചു നടക്കുമ്പോൾ അത് പാടില്ലടി എന്ന് പറയാൻ നാവ് പൊങ്ങാത്ത നിന്റെ ഭർത്താവ് 6 അടി മണ്ണിൽ നിന്നെ രക്ഷിക്കാൻ വരുവോ? നിന്റെ ആങ്ങളമാര് നിന്നെ രക്ഷിക്കാൻ വരുവോ? അവരാരും അവിടെ രക്ഷിക്കാൻ വരൂല്ല. എൻ്റെ യുവാക്കളെ, നിന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു പോയി. എല്ലാരെക്കാളും നീ നിന്റെ സംസ്കാരത്തിൽ പിൻപറ്റുന്ന ഭൗതിക താരങ്ങൾ, സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, സീരിയൽ താരങ്ങൾ, ഇവരാരും നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് കരുതണ്ട. എൻ്റെ പെങ്ങന്മാരെ, സിനിമാ നടിമാരെ പിൻപറ്റുന്നവരാ നിങ്ങളെങ്കിൽ, സീരിയൽ നടിമാരെ പിൻപറ്റുന്നവരാ നിങ്ങളെങ്കിൽ, അവരും നിങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് കരുതണ്ട. ഓർത്തോളൂ, ഓർത്തോളൂ, ഇന്നല്ലെങ്കിൽ നാളെ മരണമാണ്, ഇന്നല്ലെങ്കിൽ നാളെ മരണമാണ്. നിങ്ങൾക്ക് മുന്നിലിരുന്ന് ഒച്ചയിടുന്ന ഈ വിനീതൻ ദാരിമിയുണ്ടല്ലോ, നാളെയുടെ രാത്രിയിൽ ഇവിടെ ഉണ്ടാകുവോ എന്ന് പറയാൻ പറ്റുവോ? മരണം നിഴല് പോലെ പിന്നാലെയുണ്ട്, മരണം കാമുകനായി പിന്നാലെയുണ്ട്. ആ ബോധമുണ്ടായാൽ എൻ്റെ യുവാക്കളെ, നിസ്കാരമില്ലാതെ ഉറങ്ങാൻ പറ്റുവോ? എൻ്റെ പെങ്ങന്മാരെ, ഹറാമിയത്ത് ചെയ്തിട്ട് മനസ്സുറപ്പോടെ കിടന്നുറങ്ങാൻ പറ്റുവോ? എത്ര ഹറാമിയത്തുകളാ നമ്മൾ ചെയ്യുന്നത്. ഹറാമിയത്തിൻ്റെ മൊബൈൽ ഷോപ്പുകൾ പോലെയുള്ള ഒരു വാഹനമായിട്ട് നമ്മൾ മാറുന്നു. നമ്മുടെ സ്വഭാവത്തിൽ ഹറാമില്ലേ? നമ്മുടെ വേഷവിധാനത്തിൽ ഹറാമില്ലേ? നമ്മുടെ സംസ്കാരത്തിൽ ഹറാമില്ലേ? ഇങ്ങനെ ഹറാം ചെയ്തിട്ട് റബ്ബിനെ മറന്ന് ജീവിക്കുന്ന നിനക്ക് മരിക്കണ്ടടാ മോനെ. 6 അടി മണ്ണിൽ മണ്ണൻ കബറന്ന കല്ലറയിൽ ചെന്ന് കിടക്കണ്ടേ? ഇക്കാര്യം ഓരോ മുഅ്മിനും
മുഅ്മിനും ഒന്ന് ചിന്തിക്കുവോ? ആ ചിന്തയില്ലാത്തതിന്റെ അനന്തരഫലം ഹറാമിയത്തിന്റെ വാതിലുകളിൽ നിന്ന് മലർക്ക തുറക്കപ്പെടുന്നു. എന്റെ വാള് കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ ഓർത്തോളൂ. നിങ്ങൾ ഒരു പക്ഷേ 5 നേരം നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരായിരിക്കും. പാതിരാവിന്റെ നിശബ്ദതയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റ് മരം കോച്ചുന്ന തണുപ്പ് പോലും പ്രശ്നമാക്കാതെ വുളൂ ചെയ്ത് തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, അത് കഴിഞ്ഞ് സുബഹിയുടെ ബാങ്ക് വരെ ഖുർആൻ ഓതുന്നു. അവ്വൽ വഖത്തിൽ തന്നെ സുബഹി നിസ്കരിച്ച് പിന്നെയും മണിക്കൂറുകളോളം ഖുർആൻ ഓതുന്ന രക്ഷിതാക്കളില്ലേ? ഇങ്ങനെ ഒരുപാട് ഇബാദത്തുകളിലായിട്ട് മുന്നോട്ട് പോകുന്ന ബാപ്പായെയും ഉമ്മായെയും തമ്പുരാന്റെ മുന്നിൽ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു വിഭാഗത്തിന് സാധിക്കും. ആരാ വിഭാഗം എന്നറിയോ? പിശാചുക്കളല്ല, ശൈത്താനല്ല. ശൈത്താന് ദുനിയാവിൽ മാത്രമേ ആധിപത്യം പുലർത്താൻ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശൈത്താന് സ്വാധീനം ചെലുത്താനുള്ള കഴിവില്ല, റബ്ബ് തആല കൊടുത്തിട്ടില്ല. എന്നാൽ നാളെ റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ നമ്മൾ ചെയ്തു പോയ ഇബാദത്തുകളെ മുഴുവൻ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പരലോകം നരകമാക്കാൻ കഴിയുന്ന വിഭാഗം നമ്മുടെ മക്കളാണ്. ദുനിയാവിൽ തെമ്മാടികളായി ജീവിക്കുന്ന മക്കൾ, ദുനിയാവിൽ നിസ്കാരമില്ലാതെ ജീവിക്കുന്ന മക്കൾ, ദുനിയാവിൽ ഹറാമിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന മക്കൾ, ആ മക്കൾ നമുക്കും നരകമൊരുക്കും. നാളെ ആഖിറത്തിൽ ദുനിയാവിലും നരകമൊരുക്കുമെന്ന് അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞു തരുമ്പോൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഓരോ ഉപ്പമാരും ഓരോ ഉമ്മമാരും ചിന്തിക്കുക. ഇന്നത്തെ പ്രധാന പ്രശ്നം, പണ്ടൊക്കെ ഹറാം എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവത്തിലെടുത്തിരുന്നു, അല്ലേ? ഒരു കള്ളുകുടിയൻ, ആ ബഷീർ കള്ളുകുടിയനാണെന്ന് പറഞ്ഞാൽ ഒരത്ഭുതവും ഒരു വല്ലാത്ത ഗൗരവത്തോടെയായിരുന്നു അയാളെ സമൂഹം കണ്ടിരുന്നത്. ഇന്ന് കള്ളുകുടി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ചായ കുടിക്കണ പോലെ. മകൾക്ക് പുതിയാപ്പിളയെ കണ്ടെത്തി ഒരു ഗൾഫുകാരൻ. അങ്ങനെ ആ ഉമ്മായോട് വന്നിട്ട് അയൽപക്കക്കാരിയായ ഒരു സഹോദരി പറയാണ്, അല്ല നഫീസ, നിന്റെ മകൾക്ക് പുതിയാപ്പിളയെ തീരുമാനിച്ചു എന്നല്ലേ പറയണത് കേട്ടത്? അപ്പൊ ഉമ്മയുടെ മറുപടി, അതെ, കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്ന ആ കുഞ്ഞമ്മതില്ലേ, അവനാണ് കല്യാണമൊക്കെ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ അയൽപക്കക്കാർ പറയാണ്, അങ്ങനെ വലിയ പണക്കാരനൊക്കെ ശരി തന്നെ, പക്ഷേ കുഞ്ഞമ്മത് ലേശം മറ്റേതുള്ള ആള് എന്നല്ലേ പറയണ കേൾക്കണത്. അപ്പോഴാണ് ഈ ഉമ്മായുടെ മറുപടി എന്താണെന്നറിയോ? അത് ഇപ്പോഴത്തെ പിള്ളേരല്ലേ, കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവും, കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും. എന്നിട്ടോ എന്താ സംഭവിച്ചേ? കല്യാണം കഴിഞ്ഞു മണിയറ രാവിൽ, മധുവിധുവിന്റെ മണിയറ രാവിൽ തന്നെ കുടിച്ചു പൂസായിട്ട് മണവാട്ടിയുടെ തലമണ്ടക്ക് കൊടുത്തു, മൂക്കുന്ന് ചോര വന്നപ്പോൾ എല്ലാം ശരിയായി. എത്ര അനുഭവം! ഇതല്ലേ, ചിന്തിക്ക്, ഇതല്ലേ ഇന്നത്തെ ഗതി? ഹറാമിനോട് പോലും ഒരു നിസ്സാര ഭാവം. പിന്നെ ഒന്നത്, ഹറാമ് പതിവാക്കിയ ഒരുത്തൻ മരിക്കേണ്ട താമസം അവനെ കാത്തിരിക്കുന്നത് അവന്റെ ഖബർ നരകമാകുമെന്നാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. എല്ലാവരും ചിന്തിച്ചോ? ഞാൻ നിസ്സാരമായ ഒരു കാര്യവും പറയണില്ല. പറയുന്ന കൂട്ടത്തിൽ പലർക്കും തട്ടിയെന്ന് വരും, അതൊന്നും എനിക്ക് പ്രശ്നവുമില്ല. എൻ്റെ കടമ, നിങ്ങളിൽ ഒരാൾ ഈ ഒച്ച കേട്ടിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചാൽ ഞാൻ കൃതാർത്ഥനായി. ഇന്ന് ഹറാമിന്റെ പൊടിപൂരം, പിന്നെ അന്ധവിശ്വാസത്തിന്റെ ഉത്സവം, അല്ലേ? അന്ധവിശ്വാസത്തിന്റെ ഉത്സവം, നാട്ടാചാരങ്ങൾ, വീട്ടാചാരങ്ങൾ, മാമൂലുകൾ, ഇതെല്ലാം സമയം മാത്രമല്ല കളയുന്നത്, സമ്പത്ത് മാത്രമല്ല നശിപ്പിക്കുന്നത്. അതൊക്കെ പോയാലും പോട്ടെ എന്ന് പറയാ. പിന്നെ നാം ജീവനേക്കാൾ ഗൗരവത്തിലെടുക്കേണ്ടതും നാം ജീവനേക്കാൾ പരമപ്രാധാന്യത്തോടെ പരിഗണിക്കുന്നതുമായ നമ്മുടെ ഈമാനുണ്ടല്ലോ, ആ ഈമാന്റെ കടക്കൽ കത്തിവെക്കുന്നു ഹറാമിയത്തുകളും അന്ധവിശ്വാസങ്ങളും നാട്ടാചാരങ്ങളും വീട്ടാചാരങ്ങളും. ഇല്ലേ? ഇന്നത്തെ ആണിലും പെണ്ണിലും
അന്ധവിശ്വാസം രൂഢമൂലമായിരിക്കാൻ. പയ്യന്നൂരിൽ ടൗൺ പള്ളിയിൽ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഞാൻ വന്ന കൊല്ലം ഏകദേശം 1 വർഷമാകാൻ അടുത്തപ്പോൾ ഒരു വെള്ളിയാഴ്ച ഞാൻ ശരിക്കോർക്കുകയാണ്, 12 മണിയാകാനായിട്ടുണ്ടാവും. എൻ്റെ റൂമിലേക്ക് വന്നു. ആ പുതിയാപ്പള്ളി സദസ്സിൽ ഉണ്ടോയെന്ന് അറിയില്ല, അയാൾ എന്തായാലും ഗൾഫുകാരനാണ്. എന്നിട്ടോ അയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അയാളുടെ മുഖത്ത് എന്തോ ഒരു വ്യാകുലത. ഞാൻ ചോദിച്ചു, എന്താ ഒരു ടെൻഷൻ? അപ്പോഴാണ് അയാളെ മറുപടി, ഉസ്താദെ ഞാൻ മറ്റന്നാൾ ഗൾഫ് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഗൾഫ് പോണേ എന്തിനാ ടെൻഷൻ? കാശുണ്ടാക്കാൻ പോണല്ലേ, അതുകൊണ്ട് സന്തോഷമല്ലേ വേണ്ടത്. അപ്പോഴാണ് അയാളുടെ മറുപടി, അതുകൊണ്ടല്ല ഉസ്താദെ, ഞാൻ 2-3 പ്രാവശ്യം പോയി വന്ന ആളാണ്, ഗൾഫിൽ പോണോണ്ടുള്ള ടെൻഷനല്ല. പിന്നെന്താ? അത് എൻ്റെ ഭാര്യ 7-ാം മാസം ഗർഭിണിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ തീരെ ടെൻഷൻ വേണ്ടല്ലോ. കാരണം എന്താ, പോയിട്ട് നീ തിരിച്ചു വരുമ്പോഴേക്ക് ഭാര്യയുടെ കയ്യിൽ ഒരു ട്രോഫിയും കൂടെ ഉണ്ടാവുമല്ലോ, പിന്നെന്തിനാ നീ കരയണത്, വിഷമിക്കണത്? അപ്പോഴാണ് അയാളെ മറുപടി, ഉസ്താദെ അതുമല്ല പ്രശ്നം, പിന്നെ എൻ്റെ ടെൻഷൻ എന്താണെന്നറിയോ, മറ്റന്നാൾ ഞാൻ പുരയിൽ നിന്നിറങ്ങുമ്പോൾ എൻ്റെ ഉമ്മയും പെങ്ങളും എല്ലാവരും പറയാണ്, എല്ലാവരോടും നിങ്ങൾ യാത്ര പറഞ്ഞോ. ഉമ്മയും പെങ്ങളും ഉപ്പയൊക്കെ ഇവനോട് പറയണത്ര, ആ പുതിയാപ്പിളയോട്, മറ്റന്നാൾ ഗൾഫിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരോടും നീ യാത്ര പറഞ്ഞോ, പക്ഷേ നിന്റെ ഭാര്യയോട് നീ പറഞ്ഞു പോകരുത്. കാരണം എന്താ? ഗർഭിണിയായതുകൊണ്ട് ഗർഭിണികളോട് യാത്ര പറഞ്ഞാൽ കാലക്കടാണ്. ഓളെ ബയറ്റിനും കാലക്കട്, നിന്റെ വിമാനത്തിനും കാലക്കട്. അള്ളാഹു സാക്ഷിയാണ്. ഉണ്ടാ ഇങ്ങനെ ഈ സംസ്കാരം നാട്ടിലുണ്ടാ? ഒരുപക്ഷെ ആ പറഞ്ഞ ഉമ്മയും പെങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. ചിന്തിച്ചു നോക്ക്. എന്നിട്ട് അയാൾ എന്നോട്, ഞാൻ ഈ കൗവായിൽ വന്ന അതാ ധൈര്യത്തോടെ ഞാൻ പറയണം. ഒരുപാട് പ്രദേശം ഞാൻ ഇങ്ങനത്തെ ഒക്കെ എന്നെ പറയലേ, അല്ലാതെ കുറെ കഥ പറഞ്ഞിട്ടെന്താ, നമ്മൾ ചിന്തിക്കണ്ടേ? എന്നിട്ട് പിന്നെ അയാൾ പറയണം, എന്താ അറിയോ ഉസ്താദെ, ഞാൻ ഇനി മറ്റന്നാൾ പോയാൽ മടങ്ങി വരുമോ? വന്നാൽ തന്നെ എന്നാ വരിക? അങ്ങനെയുള്ളൊരു യാത്രക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയ സഖിയോട് പറയാതെ ഞാൻ എങ്ങനെ പോകും ഉസ്താദെ? ഇതൊക്കെ ദീനിലുള്ളതാണോ എന്നാ അയാളെ ലാസ്റ്റ് ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞ്, ശരി, നിങ്ങൾ മറ്റന്നാൾ യാത്ര പറയുന്നത് അവിടെ നിൽക്കട്ടെ, ഇന്നും ഇന്നലെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ പലരും വന്നിട്ടുണ്ടാവുമല്ലോ. അവർ വന്നിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യയോട് യാത്ര പറയൂല? ഇല്ല ഉസ്താദെ, ഉമ്മാനോടും പെങ്ങളോടും എല്ലാവരോടും വരുന്ന അസ്സലാമു അലൈക്കും എന്ന് പറയും. എൻ്റെ വൈഫിനോട് പറയും. നിന്നോട് പറയുന്നില്ലേ? പിന്നെ ഓളെ ഉപ്പാനോടാ പറഞ്ഞ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്ക്, ഇതാ ഗതി. ഇവിടെ ഞാൻ പറഞ്ഞെന്താ അറിയോ, ഒരു ഗൾഫുകാരനായ ഭർത്താവിൻ്റെ മനസ്സിൽ വ്യാകുലതയുടെ കാർമുകിലുകൾ പ്രത്യക്ഷപ്പെടുത്തുന്നതിൽ ആ ഒരു ദുരാചാരം, ഒരു അന്ധവിശ്വാസം ചെലുത്തിയ സ്വാധീനം നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ ചിന്തിക്കും മുഅ്മിനീങ്ങളെ, ഇങ്ങനെ എന്തെല്ലാം. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? സമയനഷ്ടം മാത്രമല്ല, സാമ്പത്തിക നഷ്ടം മാത്രമല്ല, പിന്നെ ഈമാനെ ബാധിക്കുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസം. അതേപോലെ പുതിയ പുര എടുത്തിട്ടുണ്ട്, പുരയിൽ കൂടാൻ പറ്റിയൊരു ദിവസം പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു ഈ കഴിഞ്ഞ 1-2 മാസം മുമ്പ്. അത് സഫർ മാസമാണ്. ഞാൻ കലണ്ടറിൽ നോക്കിയിട്ട് ഒരു ഡേറ്റ് പറഞ്ഞു കൊടുത്തപ്പോൾ എന്നോട് പറയാണ്, ഉസ്താദെ അന്ന് വേണ്ട. ഞാൻ ചോദിച്ചു, എന്താ? അത് സഫർ മാസത്തിലല്ലേ? ഞാൻ പറഞ്ഞു, സഫർ മാസത്തിൽ എന്താ കുഴപ്പം? അല്ല ഉസ്താദെ, സഫർ മാസത്തിൽ പുരയിൽ കൂടിക്കൂടാ, നല്ല കാര്യമൊന്നും ചെയ്തുകൂടാ, പൈസ കടം കൊടുത്താൽ തിരിച്ചു കിട്ടൂല, ഇങ്ങനെയൊക്കെ അല്ലേ വിശ്വാസം? അല്ലേ? ഇത് നമ്മുടെ സഹോദരിമാരിൽ വല്ലാതെ ഉണ്ട്. മോൻ പെണ്ണ് കാണാൻ പോകുമായിരിക്കും. അപ്പോൾ ഉമ്മ തൊണ്ടുമ്മ പല്ല് പോലും ഇല്ല, തസ്ബീഹ് എല്ലാം പോലും നാവ് പോങ്ങൂല. ആ ഉമ്മ വരാന്തേ വന്നിട്ട്, മോനെ പെണ്ണ് കാണുന്നതല്ലെങ്കിൽ ശരി, മംഗലം സഫർ കഴിഞ്ഞിട്ട് മതിയേ. ഇല്ലേ? എന്താ സഫർ? ഇതൊക്കെ അന്ധവിശ്വാസം. ഇതോ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ദീപശിഖയുമേന്തി കടന്നു വരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജാഹിലിയാക്കളായ അറബികളിൽ രൂഢമൂലമായിരുന്നു ഈ അന്ധവിശ്വാസം. സഫർ മാസം നാശത്തിന്റെ മാസം, ശാപത്തിന്റെ മാസം, അഭിശപ്തതയുടെ മാസം എന്ന് അവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അന്ധവിശ്വാസത്തെ മാത്രമല്ല, എല്ലാ അന്ധവിശ്വാസത്തിൻ്റെയും അടിവേരറുത്തുകൊണ്ട് ആ മഹാനായ നായകൻ പ്രഖ്യാപിച്ചു, ലാ അദ്വാ വലാ തീറത്താ വലാ ഹമ്മത്താ വലാ സഫർ ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അന്ധവിശ്വാസം, ലാ തീറത്ത, അവലക്ഷണം എന്ന ഒന്നേ ഇല്ല.
അവലക്ഷണം എന്ന ഒന്നേ ഇല്ല. എല്ലാവരും ചിന്തിച്ചോ. രാവിലെ മകനെ എങ്ങോട്ടോ പറഞ്ഞയച്ചതാണ്, പുരക്കുന്നിറങ്ങി പെട്ടെന്ന് തന്നെ മടങ്ങി വന്നു. എന്താ മോനെ നാസറേ, മോൻ പോയിട്ടില്ലേ? ഉമ്മ ഇന്ന് പോണ്ട, നാളെ പോകാം. അതെന്താ മോനെ? അതെന്താണെന്നറിയോ ഉമ്മ, ഞാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മുറിയത്തിലൊരു പൂച്ച പാഞ്ഞ്. മുറിയത്തിൽ പൂച്ച പാഞ്ഞാൽ നിന്റെ കാര്യം മുടങ്ങി ഇല്ലേ? എടാ, നിന്റെ കാര്യം മുടക്കാൻ ഒരു പൂച്ചക്ക് കഴിയുമെങ്കിൽ എന്തിനാ ഇവിടെ ജല്ലജലാലായ റബ്ബ് ഇങ്ങനെയുള്ള വിശ്വാസം ഒരു മുഅ്മിനിനുണ്ടായാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖദ് അശ്റക ബില്ലാഹ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നിന്റെ കാര്യം മുടക്കാൻ പൂച്ചക്ക് കഴിയും. പൂച്ച മുറിയത്തിൽ ഓടിയാൽ അത് അവലക്ഷണം എന്ന് കരുതിയിട്ട് പ്രശ്നങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടടിക്കുന്ന, പൂച്ചയിൽ വിശ്വസിക്കുന്ന മുസ്ലിമേ, ഫഖദ് അശ്റക ബില്ലാഹ്, നീ മുസ്ലിം അല്ലടാ. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, ഇസ്ലാം എന്ന് പുറത്തു പോണ പരിപാടിയാണ്. മകൻ കച്ചവടക്കാരനാ, രാവിലെ 8 മണിക്ക് ചായയും കുടിച്ച് കടയിലേക്ക് ഇറങ്ങി. കുറച്ചപ്പം നടന്നപ്പോഴാ അല്ലോ ചാവി എടുത്തിട്ടില്ല. അവിടെ നിന്നു. ഉമ്മ, ഓഫീസ് റൂമിൽ മേശക്ക് മുകളിലുള്ള ആണിയിൽ എൻ്റെ ചാവി ഉണ്ട് ഉമ്മ, അതൊന്ന് എടുത്തതാ. എന്താ പഠിക്കുന്നത്? അവരുടെ സഹവാസം ആരോടൊപ്പമാണ് എന്നുള്ള യാതൊരു നിരീക്ഷണവും യാതൊരു ചിന്തയുമില്ലാതെ യുവതീവാക്കളെ ഇടയന്മാരില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ ടൗണുകളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞു വിടുന്ന രക്ഷിതാക്കളെ, തല തുറന്ന് ചിന്തിച്ചോളൂ. നിന്റെ പൊന്നാര മകള് ഒരു സുപ്രഭാതത്തിൽ നിനക്ക് നഷ്ടപ്പെടുമ്പോൾ കണ്ണീരും കൈലേസുമായി കഴിഞ്ഞതുകൊണ്ട് കാര്യമായില്ല, മാറത്തടിച്ച് പൊട്ടിക്കരഞ്ഞതുകൊണ്ട് കാര്യമായി. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ പ്രമാണം. അതുകൊണ്ട് അപകടത്തിൽ ചെന്ന് വീഴുന്നതിന് മുമ്പ് ഓർത്തോളൂ, ചിന്തിച്ചോളൂ. പടച്ച റബ്ബിനെ പേടിക്കുന്നവരായിട്ട് മക്കളെ മാറ്റാൻ നാം സജ്ജരായിക്കോളൂ. ഇല്ലെങ്കിൽ ഇതിലും വലിയ ഗതി വരും. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. കഴിഞ്ഞ ആഴ്ചയല്ലേ പയ്യന്നൂർ കോടതിയിൽ ഒരു മാതാവും പിതാവും ആഗ്രഹിക്കാത്ത വല്ലാത്ത ദുരന്തരംഗം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ. എന്താ രംഗമെന്നറിയോ? ഞാൻ പേര് പറയുന്നില്ല. ഒരു പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും പൊന്നാരമോൾ, 19-20 വയസ്സ് മാത്രമുള്ള കോളേജ് കുമാരിയായ മകൾ, ഒരു ദിവസം ക്ലാസ്സിന് പോയതാണ്. അവൾ മടങ്ങി വന്നില്ല. എവിടെയും അവളെക്കുറിച്ച് യാതൊരു അഡ്രസ്സുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മംഗലാപുരത്ത് ഒരു ചെറുപ്പക്കാരനോടൊപ്പം, അമുസ്ലിമായ ചെറുപ്പക്കാരനോടൊപ്പം ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. അങ്ങനെ പോലീസുകാർ ചെന്നു. 2 പേരെയും പയ്യന്നൂർ കോടതിയിൽ കൊണ്ടുവന്നല്ലോ. കാസർഗോഡ് നിന്ന് വരുമ്പോൾ ആ മുസ്ലിം യുവതിയുടെ ബാപ്പ DYSPയോട് പറയുന്നു, സാറേ, എൻ്റെ പൊന്നുമോളുമായിട്ട് 5 മിനിറ്റ് നേരമെങ്കിലും സംസാരിക്കാൻ എനിക്ക് സമയം തന്നാൽ എൻ്റെ പൊന്നുമോളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിക്കോളാം, ആ നിലയിൽ അവളുടെ മനസ്സ് മാറ്റിക്കോളാം എന്ന് പറയുമ്പോൾ ആ മുസ്ലിമായ DYSP ഉണ്ടല്ലോ, ഈ സമുദായത്തിന് നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ആ പിതാവിനോടൊരു ചോദ്യം ചോദിച്ചത്. 19-20 വർഷം നിന്റെ മകൾ നിന്റെ മടിയിലുണ്ടായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത നിനക്കെങ്ങനെ ഈ 5 മിനിറ്റ് കൊണ്ട് നിന്റെ മകളെ നന്നാക്കാൻ പറ്റുമെന്ന് ആ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ നിയമപാലകൻ ചോദിച്ചപ്പോൾ അർത്ഥവത്തായ ചോദ്യമാ അത്. ഈ സമുദായം ഗൗരവത്തിലെടുക്കേണ്ട ചോദ്യമാ അത്. ഒരു സുപ്രഭാതത്തിലല്ല പൊന്നുമോൾ ഇറങ്ങിപ്പോകുന്നത്. പ്രേമസല്ലാപങ്ങളും ശൃംഗാരങ്ങളും സമാഗമങ്ങളും ഒരുപാട് കഴിയുമ്പോഴാണ് ഒരു പെണ്ണിന്റെ മനസ്സും ഒരു ആണിന്റെ മനസ്സും വല്ലാതെ അടുക്കുന്നതും സ്നേഹം രൂഢമൂലമാകുന്നതും. അതേ, ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒരു പെണ്ണിറങ്ങിപ്പോകുന്നതിന് മുമ്പ് എത്രയെത്ര സമാഗമങ്ങൾ നടന്നിട്ടുണ്ടാകും. അതൊക്കെ നടക്കാനുള്ള കാരണം പിതാവായ നിനക്ക്, രക്ഷിതാക്കളായ നിങ്ങൾക്ക് ആ പെണ്ണിനെ കുറിച്ചുള്ള ചിന്തയില്ലാത്തത് കൊണ്ടാണ്. മകളെ അന്ധമായി വിശ്വസിച്ചിട്ട് കയറൂരി വിട്ടത് കൊണ്ടാണ്. അങ്ങനെ ചുരുക്കി പറയാം, പയ്യന്നൂരിലെ കോടതിയിൽ കൊണ്ടുവരുന്നു.
എന്തോരു രംഗമാത്. ഒരു ഭാഗത്ത് 9 മാസം ഗർഭത്തിൽ ചുമന്ന് വേദനയോടെ പ്രസവിച്ച് ആറ്റുനോറ്റുപോറ്റി വളർത്തിയ പൊന്നാര ഉമ്മ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്നു. അടുത്ത് തന്നെ ബാപ്പായും നിൽക്കുന്നു. അതേ അടുത്തതായിട്ട് ആ മുസ്ലിമത്തായ യുവതിയായ മകൾ നിൽക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് അവളുടെ മനസ്സിൽ അവൾ സ്ഥാനം കൊടുത്ത അമുസ്ലിമായ ചെറുപ്പക്കാരൻ നിൽക്കുന്നു. കോടതിയുടെ ചോദ്യം, ആ പെണ്ണിനോടുള്ള ചോദ്യം, നിനക്ക് തീരുമാനിക്കാം നീ ആരോടൊപ്പം പോകുന്നു എന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് കോടതി പറയുമ്പോൾ ആ ഉമ്മായും ഉപ്പായും കരുതിയത് എൻ്റെ പൊന്നുമോള് പറയും ഞങ്ങളോടൊപ്പം വരുന്നു എന്നായിരിക്കും പറയുക എന്ന് കരുതിയിട്ട് ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ ആ യുവതിയായ മകൾ പറഞ്ഞതെന്താണെന്നറിയോ? ഞാൻ പോകുന്നത് മുരളിയേട്ടൻ്റെ കൂടെയാ എന്ന് പറഞ്ഞപ്പോൾ കോടതി വിട്ടയച്ചില്ലേ. നൊന്തുപറ്റ മാതാവിനെ വേണ്ട, പ്രിയങ്കരനായ പിതാവിനെ വേണ്ട, ജീവനേക്കാൾ സ്നേഹിക്കേണ്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേണ്ട, പരിശുദ്ധമായ ഇസ്ലാമിക ആദർശം വേണ്ട, അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് മതം പോലും മാറിയിട്ട് അന്യനായ ചെറുപ്പക്കാരന്റെ കൂടെ പോയപ്പോൾ ഈ സമുദായമേ തല തുറക്കുവോ? ഈ സമുദായമേ തല തുറന്നൊന്ന് ചിന്തിക്കുവോ? മക്കളെ കയറൂരി വിടാതിരിക്കുവോ? ആരെയും പഠിപ്പിക്കണ്ട എന്നല്ല പറയുന്നത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വല്ലാതെ പഠിപ്പിക്കണം, മതപരമായും ഭൗതികമായും ഉയരത്തിലെത്തിക്കണം. പക്ഷേ അന്ധമായിട്ട് ആൺമക്കളെയും പെൺമക്കളെയും വിശ്വസിക്കണ്ട. ഓരോരുത്തരും ഗൗരവത്തിലെടുക്ക് ഈ വിഷയം. ഇവിടെ അടുത്ത ഒരു നാട്ടിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഭവം എന്താണെന്നറിയോ? +2 പഠിക്കുന്ന പെൺപിള്ളാര്, മുസ്ലിം പെൺപിള്ളാര്, അവര് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരും. സ്കൂളിനടുത്തെത്താനാകുമ്പോഴുള്ള ഇടവഴിയിൽ കൃത്യസമയത്ത് തന്നെ ഓട്ടോറിക്ഷ വന്ന് നിൽപ്പുണ്ടാകും. ആ യുവതികൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് തൻ്റെ ബാഗിൽ കരുതി വെച്ചിരിക്കുന്ന പർദ എടുത്ത് യൂണിഫോമിൻ്റെ മുകളിൽ ധരിക്കും. എന്നിട്ട് ഓട്ടോക്കാരനോടൊപ്പം കറങ്ങി നടക്കും വൈകുന്നേരം വരെ. വൈകുന്നേരം സ്കൂൾ വിടുന്ന നേരത്ത് ആ മുസ്ലിമത്തായ പെൺപിള്ളാർ ആ ഓട്ടോയിൽ വരും. ഓട്ടോയിൽ ഇരുന്ന് തന്നെ തങ്ങളുടെ പർദ അഴിച്ചുകൊണ്ട് മടക്കിയിട്ട് ബാഗിലേക്ക് വെക്കും. യൂണിഫോം അണിഞ്ഞ പിള്ളാരായിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അധ്യാപകന്മാരെ വഞ്ചിച്ചില്ലേ ഇവര്? മാതാപിതാക്കളെ വഞ്ചിച്ചില്ലേ ഇവര്? ഇങ്ങനെ ഒരുപാട് ദിവസങ്ങളോളം പകലിലുള്ള 12-13 മണിക്കൂർ ലോഡ്ജുകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒരുപാട് റിസോർട്ടുകളിലും അന്യന്മാരോടൊപ്പം കറങ്ങി നടന്നില്ലേ? ഈ സമുദായത്തിലുള്ള മാധുര്യമൂറുന്ന മധുര 17കാരികളായ ആയിഷമാരും ഖദീജമാരും കടങ്ങി നടന്നില്ലേ? ആ പെൺപിള്ളാർക്ക് ഇത്രയും വലിയ ധൈര്യം എങ്ങനെ കിട്ടിയെന്നറിയോ? അവർക്കറിയാം സ്കൂളിലേക്ക് ചെന്നാ പിന്നെ ഉമ്മ ചിന്തിക്കൂല ഇവൾ എവിടെയാ പോകുന്നതെന്ന്, ഉപ്പായും ചിന്തിക്കൂല, ആങ്ങളയും ചിന്തിക്കൂല. സ്കൂളിൽ എന്ന് പറഞ്ഞു പോയാൽ പിന്നെ ആരും തന്നെ ഞങ്ങളെ ശ്രദ്ധിക്കൂല എന്നുള്ള ധൈര്യമാണ് ഇത്രയും വലിയ അരാജകത്വത്തിന്റെ വഴികൾ ഈ സമുദായത്തിലുള്ള യുവതികളെ കൊണ്ടുപോയതെങ്കിൽ ഒന്ന് ഓർക്കുവോ? ഒന്ന് ചിന്തിക്കുവോ? കണ്ണൂരിലെ ഒരു സംഭവം നടന്നു. പിതാവ് 5 കൊല്ലമായി ഗൾഫിലാണ്. അങ്ങനെ +2 പഠിക്കുന്ന ഏക മകൾ, അവൾക്ക് നല്ല ഗൾഫുകാരനായ സുമുഖനായ ചെറുപ്പക്കാരനെ പുതിയാപ്പിളയാക്കി കണ്ടെത്തിയിട്ട് കല്യാണവും തീരുമാനിച്ചിട്ട് ബാപ്പാ ഗൾഫിൽ നിന്ന് വരുന്നു. 5 കൊല്ലം കടൽ കടന്ന് ചെന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ പണം തൻ്റെ പൊന്നുമോളം മണിയറയിൽ പറഞ്ഞയക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള അഭിലാഷ
ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ആ സ്നേഹനിധിയായ ബാപ്പ നാട്ടിലേക്ക് വരുന്നു. ഞായറാഴ്ച കല്യാണമാണ്, തലേ വ്യാഴാഴ്ചയാ ബാപ്പ വരുന്നത്. കരിപ്പൂരിൽ വിമാനമിറങ്ങിയിട്ട് വൈകുന്നേരത്തെ സായം സന്ധ്യയിൽ ഉപ്പ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അതേ മറ്റന്നാൾ മണവാട്ടിയായി ചമയേണ്ട പൊന്നുമോൾ, +2കാരിയായ പൊന്നുമോൾ വീട്ടിലില്ല. എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. കല്യാണത്തിന്റെ ദിവസം വന്നിട്ടും ഒരു വിവരമില്ല. പിന്നെയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പൊന്നുമോള് ഫോൺ ചെയ്യുന്നു, ബാപ്പാ ഞാൻ ഇന്നതുപോലെ ഇന്ന ഒരു സ്ഥലത്തുണ്ട്, ഇന്നയാളോടൊപ്പം. ആരോടൊപ്പമാണെന്നറിയോ? 8ാം ക്ലാസ് മുതൽ ആ പെണ്ണിന് 12ാം ക്ലാസ് വരെ സ്കൂളിൽ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്ത വാഹനത്തിന്റെ ഡ്രൈവറോടൊപ്പമാണ് അവൾ ഒളിച്ചു പോയത്. അതേ, വാഹനക്കാരന് പെമ്പിള്ളാരെ തവക്കുലാക്കുന്ന ഉമ്മമാരുണ്ടോ? ഓർത്തോളൂ, ഓർത്തോളൂ. എവിടെയും വഴിതെറ്റാനുള്ള സാഹചര്യമായിന്ന് 10 മണിക്ക് ആരംഭിക്കുന്ന സ്കൂളിലേക്ക് പോകാൻ 8:30 മണിക്കാ വണ്ടി വരുന്നത്. 10ാം ക്ലാസ്സുകാരിയായ യുവതിയായ നിന്റെ പൊന്നുമോൾ വണ്ടിയിൽ കയറുന്നു. പിന്നെ 5 മിനിറ്റോ 10 മിനിറ്റോ ഓടിയതിന് ശേഷമാ അടുത്ത കുട്ടി വണ്ടിയിൽ കയറുന്നത്. ആ 5 മിനിറ്റ് നേരം വണ്ടിയിൽ എന്താ നടക്കുന്നത്? ഡ്രൈവറുമായിട്ടല്ലെങ്കിൽ ക്ലീനറുമായിട്ടുള്ള ശൃംഗാരമല്ലേ, കിന്നാരമല്ലേ, സല്ലാപമല്ലേ? ഇങ്ങനെ ദിവസങ്ങളോളമല്ല, ആഴ്ചകളോളമല്ല, മാസങ്ങളോളമല്ല, വർഷങ്ങളോളം ഇങ്ങനെ നടക്കുമ്പോൾ ആ പെണ്ണിന്റെ കൽബ് കൈമാറാനുള്ള സാഹചര്യം ഒരുക്കിയത് ആ ഉമ്മയും ഉപ്പയുമല്ലേ? ആ പെണ്ണിന്റെ മനോമുഖരത്തിൽ അന്യന് കൂടുകെട്ടാനുള്ള താവളം ഒരുക്കി കൊടുത്തത് ആ ശ്രദ്ധയും ബോധവുമില്ലാത്ത രക്ഷിതാക്കളല്ലേ? അതിന്റെ അനന്തരഫലമല്ലേ എല്ലാവരെയും കണ്ണീരിലും കൈലേസിലുമാക്കിക്കൊണ്ട് ആദർശം പോലും തകർത്തെറിഞ്ഞുകൊണ്ട് അവര് അന്യന്മാരുടെ കൂടെ വീട് വിട്ടിറങ്ങി പോകുന്നതെങ്കിൽ സമുദായമേ ഒന്ന് ചിന്തിക്ക. ഓരോരുത്തരും ഈ വിഷയം ഗൗരവത്തിലെടുക്കുക. പയ്യന്നൂർ പള്ളിയിൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, അയാൾ മദ്രാസിൽ പഠിക്കുകയാണ്. അവധിക്ക് വന്നാൽ ജുമാക്ക് എപ്പോഴും പള്ളിയിൽ വരും. അങ്ങനെ എന്നോടൊരു ദിവസം പറയാണ്, ഉസ്താദെ നിങ്ങളെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം, ഇന്ന് കോളേജുകളിലൊക്കെ ഒരു വലിയൊരു കാര്യമുണ്ട്, NSS ക്യാമ്പ്. എന്നിട്ട് അയാൾ പറയാണ്, അതിൽ പെമ്പിള്ളാരെ പറഞ്ഞയക്കരുതെന്ന് നിങ്ങൾ പറയണം. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ഇങ്ങനെ പറഞ്ഞാൽ? അത് കുറച്ച് ദിവസം ഇങ്ങനെ പോവുക, എന്നിട്ട് കുറച്ച് കറങ്ങുക, അതന്നെ എന്താണ് അതിൻ്റെ സംഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് ചോദിച്ചത് പറ്റൂല നിങ്ങൾ പറയാൻ എന്താ കാരണം? അപ്പോഴാണ് അയാൾ പറയുന്നത്, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കോളേജിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ടായി, ഞാൻ പോയില്ല. എൻ്റെ ക്ലാസ്മേറ്റ്സായ യുവാക്കൾ മുഴുവൻ പോയി. 10 ദിവസം അവിടെ നിന്നിട്ട് മടങ്ങി വന്നിട്ട് അവരെ ഹാപ്പി അടിക്കാൻ ആ ക്യാമ്പിലെ ഉല്ലാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ അവരോട് ചോദിച്ചത്, ശരിയാ നിങ്ങൾ NSS ക്യാമ്പിന് പോയി നല്ല ഹാപ്പിയിലാണ് അല്ലേ? കൂട്ടുകാരോട് അയാൾ ചോദിക്കാൻ. എന്നിട്ട് ഇയാൾ ചോദിച്ചത്ര, ശരി നിങ്ങളുടെ പെങ്ങന്മാര് ഇങ്ങനെ കോളേജിൽ പഠിക്കുന്നുണ്ട്, ആ പെങ്ങന്മാർക്കും ഇങ്ങനെ ക്യാമ്പിന് പോകേണ്ടതുണ്ട് എന്ന് നിങ്ങളോട് സമ്മതം ചോദിച്ചാൽ നിങ്ങളെ പെങ്ങന്മാരെ നിങ്ങൾ പറഞ്ഞു വിടുവോ? അപ്പോഴാണ് ആ ക്യാമ്പിന് പോയിട്ട് ഹാപ്പി അടിക്കുന്ന ക്ലാസ്മേറ്റ്സുകളായ സുഹൃത്തുക്കൾ മുഴുവൻ പറഞ്ഞത്രേ, ഞങ്ങളെ ജീവനുണ്ടെങ്കിൽ ഞങ്ങളെ പെങ്ങന്മാരെ പറഞ്ഞേക്കൂല. ചിന്തിക്കണം, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അനുഭവമല്ലേ വലിയ അധ്യാപകൻ? അതുകൊണ്ട് കുറെ ഈ സമുദായത്തിന്റെ ശാപങ്ങളായ കുറെ തന്തമാരുണ്ട്. പണം അല്ലാഹു കൊടുത്തു, തമ്പുരാനെ മറന്നിട്ട് എന്ത് തെമ്മാടിത്തത്തിനും മക്കൾക്ക് വേദിയൊരുക്കുന്നവൻ ഏവനാണെങ്കിലും ഈ സമുദായത്തിന്റെ ശാപമാണവൻ. നിന്നെ കാത്തു നിൽക്കുന്നത് നരകമാണടാ. നിന്റെ പണവും പത്രാസും ആരോഗ്യവും റബ്ബിന്റെ അടുത്ത് വിലപ്പോകൂല്ല. ആ കാര്യം നീ മറക്കണ്ട. അതേപോലെ BA പഠിക്കുന്ന മകൾ വെക്കേഷൻ കാലാവധിയിൽ ക്ലാസ്മേറ്റ്സിനോടൊപ്പം ടൂറിന് പോയി ഊട്ടിയിൽ. സംഭവിച്ചതെന്താ? നാവുകൊണ്ട് എങ്ങനെ പറയും? അത് വലിയ കുട്ടി എന്ന് പറയാം. കണ്ണൂരിൽ അടുത്ത ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സുകാരായ പെമ്പിള്ളാർക്ക് കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ വല്ലാത്ത ഛർദി. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. കുറേ ദിവസം
അപ്പോൾ ഇത് എന്തോ ഒരു അസാധാരണമായതാണെന്ന് കരുതിയിട്ട് ഡോക്ടറെ സമീപിച്ചപ്പോൾ പരിശോധിച്ച ഡോക്ടർ അത്ഭുതപ്പെട്ടു. ആ 3 പെമ്പിള്ളാരും മുസ്ലിം പെമ്പിള്ളാരാണ്. ഡോക്ടർ പറഞ്ഞു, ഈ പെമ്പിള്ളാരുടെ വയറ്റിൽ ഒരു കുഞ്ഞിൻ്റെ ജന്മസാധ്യത കാണുന്നു. 3 പേരും പ്രഗ്നൻറ്റുകളാണ്. അത്ഭുതപ്പെട്ട് കണ്ണു തള്ളി. ആ ഉമ്മമാര് മക്കളോട് ചോദിച്ചു, മക്കളെ എന്താ ഇത്? മിനിങ്ങളെ, എനിക്ക് പറയുന്നതിൽ ലജ്ജയുണ്ട്, പക്ഷെ എങ്ങനെ പറയാതിരിക്കും? എങ്ങനെ പറയും? ഈ സമുദായം തല തുറക്കണ്ടേ? ഈ സമുദായം റബ്ബിനെ മറന്ന് പരിഷ്കാരത്തിന്റെയും സിനിമയുടെയും പിന്നാലെ പോയിട്ട് ചാരിത്രം പോലും ഇല്ലാത്ത ഗതിയിൽ മക്കളെ വളർത്തുന്നവരായിട്ട് ഈ സമുദായം അധപ്പതനത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ അനധിവിദൂര ഭാവിയിൽ ഈ സമുദായത്തിലുള്ള മണിയറകൾ പോലും എയ്ഡ്സിന്റെ കേന്ദ്രങ്ങളായി മാറും വിധത്തിലുള്ള അഭിശപ്തമായ ആദർശത്തിന്റെ അധപ്പതനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ ഉമ്മമാര് ചോദിച്ചു, മക്കളെ എന്താ ഇത്? അപ്പോഴാണ് മക്കളെ മറുപടി, ഉമ്മ, ഞങ്ങൾ ട്യൂഷൻ സെന്ററിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് മാത്രമായിരുന്നില്ല ട്യൂഷൻ, മണിയറയിൽ നടക്കേണ്ടതിൻ്റെ ട്യൂഷനും ലഭിച്ചിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണിത്. അതുകൊണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പറഞ്ഞേക്കണം, അവിടെ ആദ്യം നോക്കേണ്ടത് ആ ക്യാമ്പസിലുള്ള ധാർമ്മികതയാണ്. അല്ലെങ്കിൽ നീ എന്തിനു പഠിക്കാൻ പോണം? ചിന്തിക്ക്. ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത പിതാവും മാതാവുമാണോ നീ അതിന് ഒരുങ്ങണ്ട. അങ്ങനെ വഴിതെറ്റിയിട്ട് നിന്റെ മക്കൾ ദീനിൽ നിന്ന് പുറത്തു പോയി എന്ന് കരുത്, അല്ല ഹറാമിന്റെ വഴിയിലായി എന്ന് കരുത്. റബ്ബ് നിന്നെ പിടിക്കും പെങ്ങളെ, റബ്ബ് നിന്നെ പിടിക്കും രക്ഷിതാക്കളെ. എത്രത്തോളം എന്നറിയോ? ഞാൻ നേരത്തെ പറയുന്നു, ആദർശവാനായ പിതാവും ആദർശവതിയായ പിതാവും മാതാവും അല്ലേ നിങ്ങൾ ആദർശമുള്ളവർ തന്നെ. പക്ഷേ നിങ്ങളുടെ മക്കളെങ്ങാനും ദീനിന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന ദുരന്തപുത്രന്മാരും ദുരന്തപുത്രിമായിട്ട് മാറിയാൽ നാളെ റബ്ബിന്റെ മുന്നിൽ ഭീകരമായ മത്സരാവൻ സഭയിൽ 9,29,00,000 കിലോമീറ്റർ അകലെയുള്ള വിശാലമായ പ്രപഞ്ചത്തിലെ കത്തിക്കാണുന്ന ആണവനിലയമായ സൂര്യൻ, അതിന്റെ ചെറിയ രശ്മികളും പോലും ഏൽക്കാൻ പറ്റാതെ ഫാനുകളും എയർ കണ്ടീഷനുകളും ഫിറ്റ് ചെയ്യുന്ന മുസ്ലിമേ, അങ്ങനെയുള്ള വിശാലമായ പ്രപഞ്ചത്തിലെ ആളിയാളി കത്തുന്ന ആണവനിലയമായ സൂര്യൻ നാളെ ഭയാനകമായ മത്സരാവൻ സഭയിൽ ഒരു ചാൺ മാത്രം അകലെ നിലകൊള്ളുമ്പോൾ എന്തോ ഒരു ഭീകരതയാ, എന്തോ ഒരു ഭയാനകതയാ, എന്തോ ഒരു ബീഭത്സതയാ. അമ്പിയാക്കന്മാര് പോലും കരയുന്നു, ഔലിയാക്കന്മാര് പോലും വെപ്രാളപ്പെടുന്നു. എന്നിട്ട് റബ്ബിനോട് പറയുന്നു, റബ്ബേ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്, എന്നാലും ഈ മൈസ്രായുടെ ഭീകരത താങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വല്ലാതെ വെപ്രാളപ്പെടുമ്പോൾ ലോകവിമോചനത്തിന്റെ മഹാനായ നേതാവ് അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് റെക്കമെൻഡേഷൻ നടത്തുന്നു, ശുപാർശ ചെയ്തിട്ട് അല്ലാഹു വിചാരണക്കെടുക്കുന്നു. അങ്ങനെ സ്വർഗീയരെ സ്വർഗത്തിലേക്കും നരകീയരെ നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം, ആ പരിശുദ്ധമായ ഖുർആനിൽ എത്ര ഇടങ്ങളിലാ ആ രംഗം ഇങ്ങനെ പറഞ്ഞത്. നരകീയരെ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്നു, സ്വർഗീയരെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്നു. സ്വർഗം സർവാഡംബര വിഭൂഷിതമായ സർവസുഖ സൗഖ്യത്തിന്റെ സങ്കേതമായ സ്വർഗം, അതിന്റെ വാതിലിങ്ങനെ മലർക്ക തുറന്നു വെച്ച് റബ്ബ് തആല സ്വർഗീയരോട് പറയും, ദേ സ്വർഗം തുറന്നിരിക്കുന്നു, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ എന്ന് സ്വർഗീയരോട് പറയുമ്പോൾ ഈമാനിന്റെ അത്യുജ്വല പ്രഭാപൂരം കൊണ്ട് ജീവിതത്തെ അലങ്കരിച്ച മുഅ്മിനീങ്ങൾ ആവേശത്തോടെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മലക്കുകൾ അവിടെ എതിരേൽക്കും.
കേൾക്കുമ്പോൾ ആ ഭീകരമായ നരകത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് നരകീയരോട് പറയുന്നു, ദേ നരകത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു മലക്കുകൾ ഇങ്ങനെ നരകീയരെ തള്ളി തള്ളി അളിയാളിക്കത്തുന്ന അഗ്നിജാലകളുള്ള നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു വിഭാഗം നരകത്തിലേക്ക് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് അവിടെ തങ്ങി നിൽക്കുന്നു. റബ്ബ് തആല അവരോട് ചോദിക്കും, എന്തേ പോകാതെ ഇവിടെ നിൽക്കുന്നതെന്തേ? ദുനിയാവിൽ നിങ്ങൾ ചെയ്ത അധാർമികതയുടെ തെമ്മാടിത്തത്തിന്റെ ഹറാമിയത്തിന്റെ അനന്തര ദുരന്ത ഫലം അതാ അനുഭവിച്ചോളൂ, പൊയ്ക്കോളൂ നരകത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആ നരകത്തിലേക്ക് പോകാതെ വൈമനസ്യം പ്രകടിപ്പിച്ചും തങ്ങി നിൽക്കുന്ന നരകീയരായ ദുഷ്ടന്മാര് പറയുന്നു, റബ്ബേ ആ സ്വർഗത്തിലേക്ക് പോകുന്നത് ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരുമാണ് റബ്ബേ. അവര് ദീനുള്ളവരായി ജീവിച്ചു, അവര് ഹറാമിയത്തിനെ തൊട്ട് സൂക്ഷിച്ചു ജീവിച്ചു, അവര് നിസ്കാരമുള്ളവരായി മാറി. അങ്ങനെ നിന്നെ ഭയന്നുകൊണ്ട് ജീവിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് സ്വർഗം നീ കൊടുത്തു. എന്നാൽ റബ്ബേ ഞങ്ങൾ നരകത്തിലെത്താനുള്ള കാരണം ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോ നീ നിരോധിച്ച കാര്യങ്ങൾ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല, നിന്റെ കൽപ്പനകൾ ഞങ്ങൾ പരിഗണിച്ചില്ല, അതുകൊണ്ടാ ഞങ്ങൾക്ക് നരകം. എന്നാൽ റഹ്മാനേ ഞങ്ങൾ നിസ്കരിക്കാതിരിക്കാൻ ഞങ്ങൾ തെമ്മാടികളാകാൻ, ഞങ്ങൾ ഹറാബിയത്തിന്റെ വക്താക്കളാകാൻ കാരണക്കാര് ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരുമാരാണ് റബ്ബേ. അവർ ഞങ്ങളെ നിസ്കരിപ്പിച്ചില്ല, അവർ ഞങ്ങൾക്ക് ദീൻ പകർന്നു തന്നില്ല, അവർ ഞങ്ങളെ ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്തിയില്ല, അവർ ഞങ്ങൾ സിനിമ കാണുമ്പോൾ തടഞ്ഞില്ല, അവർ ഞങ്ങൾ ഹറാമിയത്തിന്റെ വഴിയിൽ നീങ്ങുമ്പോൾ എതിർത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹറാമിയത്തിന്റെ അടിമകളും ഉടമകളുമായി മാറിയതാണല്ലാ എന്ന് പറഞ്ഞ് ആ മാതാവിനെയും പിതാവിനെയും റബ്ബിന്റെ മുന്നിൽ നിർത്തിയിട്ട് ആ ദുഷ്ടന്മാരായ മനുഷ്യന്മാര് റബ്ബിനോട് പറയുന്ന രംഗം പരിശുദ്ധമായ ഖുർആൻ പറയട്ടെ. റബ്ബനാ ആതിഹിം ദഇഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ ഈ നിൽക്കുന്ന മാതാപിതാക്കൾക്ക് കൊടുക്കണേ റബ്ബേ. എന്നാ മക്കൾ നാളെ റബ്ബ് തആലയോട് പറയുമെന്ന് ഖുർആൻ പറയുമ്പോൾ അതിന് ശേഷം ഒരു വിജയമുണ്ടോ, അതിന് ശേഷം ഒരു പരാജയമുണ്ടോ? അങ്ങനെയുള്ള പ്രത്യേകമായ സാഹചര്യത്തിൽ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് മാതാപിതാക്കൾക്കെതിരെ അല്ലാഹുവിനോട് അഭ്യർത്ഥിക്കുന്നതാരാ? രക്ഷിതാക്കളെ, നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ മക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാ നാം ഉറക്കമൊഴിഞ്ഞത്, അവർക്ക് വേണ്ടിയാ നാം ചോരനീരാക്കി പണിയെടുത്തത്, അവർക്ക് വേണ്ടിയാ നാം കടൽ കടന്നു ചെന്നത്, അവർക്ക് വേണ്ടിയാ എല്ലാ ത്യാഗങ്ങളും നാം സഹിച്ചത്. അവർ കരഞ്ഞാൽ നമ്മുടെ ഖൽബ് കത്തുമായിരുന്നു, അവർ ഉറങ്ങാതിരുന്നാൽ നമ്മുടെ മനസ്സ് വിഷമിക്കുമായിരുന്നു. അവർക്ക് വേണ്ടി നമ്മുടെ ആയുസ് മുഴുവൻ ചെലവഴിച്ചു, അവർക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചു, അവർക്ക് വേണ്ടി നമ്മുടെ സമയം മുഴുവൻ ചെലവഴിച്ചു. അങ്ങനെ നമ്മുടെ കണ്ണിന്റെ കൺമണികളായി, കരളിന്റെ കാതലായി, സ്നേഹഭാജനങ്ങളായി കൊണ്ട് നടന്ന നമ്മുടെ പൊന്നാര മക്കൾ നാളെ റബ്ബിനോട് പറയുന്നു, റബ്ബനാ ആതിഹിം ദഇഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ ഈ നിൽക്കുന്ന മാതാപിതാക്കൾക്ക് കൊടുക്കണേ അല്ലാ എന്ന് നമ്മുടെ ഹറാമിയത്തിന്റെ അടിമകളായ മക്കൾ നാളെ റബ്ബിനോട് പറയുമെന്ന്. ആരാ പറയുന്നത്? ഈ ദാരിമിയുടെ ഭീഷണിയല്ല, പ്രപഞ്ചം പടച്ച് സത്യം പടച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ജല്ല ജലാലായ റബ്ബ് അവന്റെ സംശുദ്ധമായ കലാമിലൂടെ ഇക്കാര്യം നമ്മെ ഉണർത്തുമ്പോൾ സമുദായമേ ഒന്ന് ചിന്തിക്കുവോ, സമുദായമേ ഒന്ന് ഉണരുവോ, നമ്മുടെ യുവതീ യുവാക്കളെ കയറൂരി വിടാതിരിക്കുവോ, അവരുടെ ജീവിതത്തിനൊരു ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ഒരുങ്ങുവോ? ഐഡന്റിറ്റിയുള്ള മക്കളായി നമ്മൾ മാറി നമ്മുടെ മക്കളെയും ആദർശത്തിന്റെ വഴിയിൽ അടിയുറപ്പിച്ചു നിർത്താനുള്ള ശ്രമകരമായ ദൗത്യം നിർവഹിക്കുവോ? എങ്കിൽ മരിച്ചാലും നമുക്ക് രക്ഷയാ, ദുനിയാവിലും നമുക്ക് രക്ഷയാ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ദുനിയാവിൽ ആരും തന്നെ നിന്നെ ചോദ്യം ചെയ്തെന്ന് വരില്ല, ആരും തന്നെ നിന്നെ ഗുണദോഷിച്ചെന്ന് വരില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച് ഖബറിൽ ചെന്നാൽ അവിടെ നീ അനുഭവിക്കും.
അവിടെ നീ അനുഭവിക്കും. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എന്താ ആമീന് മടി? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാതെ വേറൊരു വഴിയുമില്ല, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. മരണത്തെ മറക്കാൻ, അള്ളാഹുവിനെ മറക്കാൻ അല്ലേ? ഒരുപാട് പുതിയാപ്പിളമാരുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് യുവതികളായ ഭാര്യമാരെ കറങ്ങാൻ വിടുന്ന കശ്മലന്മാരുണ്ട്. വീട്ടിലിരിക്കുക, എന്നിട്ട് ഭാര്യയെ ഷോപ്പിങ്ങിന് പറഞ്ഞയക്കുന്ന തെമ്മാടികൾ. എന്തിനധികം വെള്ളിയാഴ്ചയുടെ പരിശുദ്ധമായ മുഹൂർത്തത്തിൽ പോലും മുസൽമാന്മാരൊന്നടങ്കം പുരുഷന്മാരെല്ലാം പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ മഹനീയമായ മുഹൂർത്തത്തിൽ ജുമാ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ പയ്യന്നൂരിന്റെ നഗരത്തിന്റെ ഹൃദയഭാഗം കണ്ടു നോക്ക്. ആ നഗരപാത നമ്മൾ ഓരോരുത്തരും നോക്ക്. അവിടെ ഇടയന്മാരില്ലാത്ത ആട്ടിൻപറ്റങ്ങളെപ്പോലെ തെണ്ടി നടക്കുന്നവർ, കറങ്ങി നടക്കുന്നവർ, തലമറക്കാതെ, മുടിമറക്കാതെ, ശരീരം മറക്കാതെ, ഔറത്ത് മറക്കാതെയും മറച്ചുകൊണ്ടും കറങ്ങി നടക്കുന്ന അരാജകത്വത്തിന്റെ വക്താക്കളായിട്ട് ഈ സമുദായത്തിലുള്ള യുവതി യുവാക്കൾ മാറുമ്പോൾ ഖുർആൻ പറഞ്ഞു, വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അജ്ഞാനാന്ധകാരകാലത്ത് കറങ്ങി നടന്നതുപോലെ നിങ്ങൾ കറങ്ങി നടക്കരുതേ. പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. എല്ലാവരും ചിന്തിച്ചോ, എല്ലാവരും ഉപ്പയായ നീ വരാന്തയിലിരിക്കുമ്പോൾ +2 പഠിക്കണ മോള് തലമറക്കാതെയും മാറുമറക്കാതെയും പോകുമ്പോൾ പാടില്ലതെന്ന് പറയാൻ നാവ് പൊങ്ങാത്ത തന്തയാണ് നീയെങ്കിൽ നിന്നെ ആരുടെ ആണാക്കി? കല്യാണത്തിന് നിന്റെ കൂടെ വരുന്ന ഭാര്യ അവൾ സാരി ധരിച്ച് തന്റെ മുടിയും തന്റെ മാറും തന്റെ വയറും മറക്കാതെ വരികയാണെങ്കിൽ പാടില്ലടി എന്ന് പറയാൻ നാവ് പൊങ്ങാത്ത ഭർത്താവാണ് നീയെങ്കിൽ നിന്നെക്കാളും വലിയ തെമ്മാടി ആരുണ്ടടാ? നിന്നെ ആര് പറഞ്ഞു നീ ആണെന്ന്? മൂക്കിന് കീഴെ രോമമുണ്ടെന്ന് കരുതി ആണാകൂല്ല. ഈമാനിന്റെ കാര്യത്തിൽ ശൗര്യം വേണം, ആദർശത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത നിന്നെ ആര് ആണാക്കി? ഈ സമുദായത്തിന് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താ? ആദർശത്തിന്റെ വഴിയിൽ നട്ടലിന്റെ സ്ഥാനത്ത് പുൽക്കൊടി പോലുമില്ലാത്ത ഷണ്ടന്മാരായിട്ട് ഈ സമുദായത്തിലുള്ള തന്തമാരും പുതിയാപ്പിളമാരും അതപ്പതച്ചതിന്റെ അനന്തരഫലം ഈ സമുദായത്തിലുള്ള യുവതികളും ഈ സമുദായത്തിലുള്ള ഭാര്യമാരും നരകീയ നാരികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ചിന്തിച്ചോ, നിങ്ങൾ ചിന്തിച്ചോ. ഇത് മനസ്സിന്റെ വേദനയുടെ ശബ്ദമാണ്, ഇത് മനസ്സിന്റെ വേദനയുടെ ശബ്ദമാണ്. മരിക്കണ്ടേ? എല്ലാവർക്കും സ്വർഗത്തിൽ പോണ്ടേ? ചിന്തിക്ക്, എല്ലാവർക്കും സ്വർഗത്തിൽ പോണ്ടേ? ഭാര്യക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ നല്ല വസ്ത്രം, വിലയേറിയ വസ്ത്രം തന്നെ വാങ്ങിക്കൊടുക്കണം. പക്ഷേ ഒരു മാനദണ്ഡം, നീ അതിന് പരമമായി ഗണിക്കണം. നിന്റെ ഭാര്യയുടെ ഔറത്ത് മുഴുവൻ മറയുന്ന വസ്ത്രമാകണമത്. നിന്റെ +2 പഠിക്കുന്ന പൊന്നുമോള് സ്കൂളിൽ പോകുമ്പോൾ അവളുടെ ഔറത്ത് മറയുന്ന വസ്ത്രമാകണമത്. ഇവിടെ മഹല്ല് കമ്മിറ്റിക്കാർക്കും വലിയ പങ്കുണ്ട്. ഇവിടെ കലാലയങ്ങൾ നടത്തുന്ന മാനേജ്മെന്റിനും വലിയ പങ്കുണ്ട്. ബാപ്പമാരും രക്ഷിതാക്കളും മാനേജ്മെന്റും ഞാൻ ഈ പറഞ്ഞതുപോലെ ആദർശത്തിന്റെ കാര്യത്തിൽ നട്ടെല്ലിന്റെ സ്ഥാനത്ത് പുൽക്കൊടി പോലുമില്ലാതെ മാറിയപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന കലാലയങ്ങൾ പോലും ഹറാമിയത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു. ഇല്ലേ? ഇല്ലേ? നമ്മൾ ചിന്തിക്ക്. ഈയിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പ്രിൻസിപ്പാൾ ഒരു നിയമം കൊണ്ടുവന്നു. അള്ളാഹു ആ പ്രിൻസിപ്പാളിന് ദീർഘായുസ് കൊടുക്കട്ടെ. എന്താ ആമീൻ പറയാൻ മടിയെന്താ? അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആ സ്ഥാപനത്തിന് അള്ളാഹു വളർച്ച കൊടുക്കട്ടെ. എന്താണെന്നറിയാം അയാൾ കൊണ്ടുവന്ന നിയമം? ഇപ്പുണ്ടല്ലോ ചുരിദാർ എന്താ? പണ്ടൊക്കെ പെണ്ണിന് ഇണങ്ങിയ വേഷം തന്നെ. ഇന്ന് ഇന്നത് പോയിട്ടെന്തായി? ഇന്ന് ബോഡി ഷേപ്പായി, ടൈറ്റ് ഫിറ്റായി, സൈഡ് ഓപ്പണായി ആഹ്റം വരെ ഓപ്പണായി. ഇല്ലേ? ആ പ്രിൻസിപ്പൾ കൊണ്ടുവന്ന നിയമം എന്താണെന്നറിയോ? സൈഡ് ഓപ്പണായ ചുരിദാറും ധരിച്ചിട്ട് ഒരു പെണ്ണും സ്കൂളിൽ വരണ്ട. തൻ്റെ ഇടമുള്ള കമ്മിറ്റിയും തൻ്റെ ഇടമുള്ള പ്രിൻസിപ്പളുമാണ്. മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ നടക്കാൻ ചിന്തിക്കും നമ്മൾ. ഇതാണ് തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ തൻ്റെ ഇടം പോലും ഇന്നത്തെ പുതിയാപ്പിളമാർക്കും ഇന്നത്തെ ഉപ്പമാർക്കും
ഇന്നത്തെ മഹല്ല് ഭാരവാഹികൾക്കും ഇല്ല. തൃക്കരിപ്പൂരിനടുത്തൊരു മഹലിൽ ചെന്നപ്പോൾ എൻ്റെ പ്രസംഗവേളയിൽ ഒരു എഴുത്ത് തന്നു. ഉസ്താദെ, ഞാനിങ്ങനെ അധാർമികതകളെ കുറിച്ച് പറയുമ്പോൾ എഴുത്ത് തന്നതാണ്. ആ മഹലിൻ്റെ തീരുമാനം എന്താണെന്നറിയോ? കല്യാണത്തിൻ്റെ അന്നോ തലേന്നോ ഗാനമേള നടക്കുന്ന വീട്ടിൽ മഹല്ലുമായിട്ടൊരു ബന്ധവുമില്ല. അവിടെ ഖത്തീബ് വരൂല്ല, നിക്കാഹ് നടത്തൂല, മഹലിൻ്റെ ഒരു കാര്യം മഹല്ലുകാർ സഹകരിക്കൂല. ആണത്താണ്. ആണത്തമുള്ളവരാണെങ്കിൽ ഇക്കമ്മറ്റിയും അത് പാസ്സാക്കണം. നിങ്ങൾ എന്ത് കരുതിയാലും വേണ്ടില്ല, എന്നെ നിങ്ങൾ വിളിച്ചത് ദീന് പറയാൻ വേണ്ടിയിട്ടാ, അല്ലാതെ നിങ്ങൾ കരുതുന്നത് പറയാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് മഹല്ലുകാർ ചിന്തിച്ച നടക്കും. ആ മഹലിൽ പിന്നെ ഞാൻ അന്വേഷിച്ചു. ഉറപ്പാണ്, തൻ്റെ ഇടമുള്ളവർക്ക് തൻ്റെ ഇടം വേണ്ട സ്ഥാനത്ത് ഉണ്ടായാൽ ഒരു തെമ്മാടിത്തവും നടക്കൂല. അങ്ങനെ അത് മാത്രല്ല, അങ്ങനെ ഒരുപാട് കാര്യം നിങ്ങൾ കരുതുന്നുണ്ടാവും. ഈ ചങ്ങാനെ വിളിച്ച് കുടുങ്ങിയെന്ന് നിങ്ങൾ കരുതിക്കോ. ഒന്നുകൂടി ഞാൻ പറയാം, ഇന്നത്തെ മണിയറകൾ നരകീയ അറകളായിട്ട് മാറുന്നില്ലേ? എന്താ അവസ്ഥ? പുതിയാപ്പിളയും പുതിയ പെണ്ണും, പുതിയാപ്പിള വന്നു ആദരിച്ച് എതിരേറ്റവനെ കൊണ്ടുപോയി മണിയറയിലാക്കും. പിന്നെ എന്താ, പെണ്ണിനെയും കൊണ്ടുവന്ന് മണിയറയിലാക്കും. ഇത്രയും കാലം എന്താ സംഭവം? മണിയറയിൽ നിന്ന് മാല ചാർത്തും. അസുലഭമായൊരു സ്വകാര്യത, സ്വർഗീയമായൊരു സ്വകാര്യത, ആ സ്വകാര്യത പോലുമില്ല. ഈടെ ഈ വിനീതന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത്, പുതിയാപ്പിള അറയിലേക്ക് ചെന്നു, മണവാട്ടിയും അറയിലേക്ക് ചെന്നു. പിന്നെ അതാ ചെല്ലുന്നത് മൂന്നാമൻ ക്യാമറമാൻ. എന്താണ് ആ അസുലഭമായ സ്വർഗീയ സ്വകാര്യതയിൽ പോലും ഇന്ന് ഹറാമിയത്ത് കലർന്നു. ആ മണിയറയിലേക്ക് മൂന്നാമൻ കടന്നു ചെന്നു, ക്യാമറമാൻ. ചിന്തിക്ക്, ഇങ്ങനെയുള്ള സംസ്കാരത്തിന് വഴിയൊരുക്കുന്ന ഉപ്പമാരും കാരണവന്മാരും എൻ്റെ ഒച്ച കേൾക്കുന്നില്ലേ? എടാ, നിനക്ക് മരിക്കണ്ടേ? നിന്റെ പൊന്നുമോളുടെ ജീവിതത്തിലെ അതുല്യമായ മുഹൂർത്തം മണിയറ പോകുന്ന രംഗം അല്ലേ? അത് സ്വർഗത്തിലേക്ക് വരവ് വെക്കേണ്ട നിമിഷമാക്കുന്നതിന് പകരം നരകത്തിലേക്ക് വരവ് വെക്കും വിധത്തിൽ അന്യപുരുഷനെ കൊണ്ടുചെന്ന്, ഫോട്ടോഗ്രാഫറെ കൊണ്ടുചെന്നിട്ട് ഹറാമിയത്തിന്റെ കളിത്തൊട്ടിലാക്കി മണിയറകളെ മാറ്റിമറിക്കുന്ന തോന്നിവാസികളായ രക്ഷിതാക്കന്മാരെ ചിന്തിക്ക്. എത്ര ഫോട്ടോ എടുത്തോ? ഇതിപ്പോ ക്യാമറയിൽ പകർത്തുന്നാണല്ലോ, എന്താ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ എന്താ, അതുകൊണ്ട് പല ഓരോന്നിനിപ്പം നല്ലതും തീയതും ഉണ്ടല്ലോ. ഒരു ഗ്ലാസ് അതിൽ പാല് കുടിക്കൽ ഹലാലാണ്, കള്ളുടിക്കലോ ഹറാമാണ് അല്ലേ? ഇത് എടുക്കുകയാണ്. എന്താണ് ഈ വയല് മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ മാത്രമല്ല, നമ്മുടെ മഹലുമായിട്ട് സഹകരിക്കുന്ന ഗൾഫുകാർക്ക് ഈ രംഗമൊക്കെ കണ്ട് സന്തോഷപ്പെടാൻ. അത് ആയിക്കോട്ടെ, വേണ്ടാന്നല്ല. പക്ഷേ ഈ ക്യാമറയായിട്ട് നിന്റെ വീട്ടിന്റെ അടുക്കളയിലേക്ക് ആ ക്യാമറാമാന് കടന്നു ചെല്ലാൻ അനുവാദം കൊടുക്കുന്ന പിതാവേ, നിനക്ക് മണ്ടയില്ലേ? നിന്റെ മണ്ടക്കകത്ത് ചളിയാണോ അതല്ല ചോറാണോ? ചിന്തിക്കുന്നേ. ആരനുവാദം നൽകി? ഈയിടെ ഒരു നിക്കാഹ് കഴിഞ്ഞു നോക്കുമ്പോ പള്ളി നാ നിക്കാഹ്. ഇന്നിപ്പോൾ അതൊക്കെ അപൂർവമായ സംഭവങ്ങളായി. പള്ളി നോക്കിപ്പോൾ എന്താ, പൊരൻ്റെ മുറ്റത്ത് തന്നെ സ്റ്റേജും കാര്യമൊക്കെ കെട്ടുകയാണ്. സുന്നത്ത് പള്ളിയിൽ നിന്നാണ്. അങ്ങനെ പള്ളി നവ് കഴിഞ്ഞ് കല്യാണം വിട്ട് തൊട്ടടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഗാനമേള തുടങ്ങി. ഞാനാണ് അതിൻ്റെ ഇടയിൽ കയറി കുടുങ്ങി. ആ പൊരക്കാരൻ ആരാന്നറിയില്ല. എൻ്റെ കൂടെയുള്ള അവിടുത്തെ മുദരിസ് ഉസ്താദോട് ഞാൻ പറഞ്ഞു, ഈ പൊരക്കാരനൊന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് നിർത്തിയിട്ടേ ഞാനിപ്പോൾ ഇരിക്കുള്ളൂ. അങ്ങനെ മൂപ്പര് നോക്കിയിട്ട് പൊരക്കാരനെ കാണുന്നില്ല. അപ്പോഴേക്കോ പെട്ടെന്നുണ്ട് അത് സ്റ്റോപ്പായി, ഗാനമേള സ്റ്റോപ്പായി. അതും എന്താണെന്നറിയോ? ബിസ്മി ചൊല്ലി കള്ളുടിക്കും പോലെ. കള്ളുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ എന്നതുപോലെ എന്താ, ബിസ്മിയും ഹംദും തുടങ്ങിയിട്ട് ഗാനമേള തുടങ്ങുകയാണ്. ഹറാമ്, പാച്ച ഹറാമ്. നിക്കാഹ് കഴിഞ്ഞിട്ട് പള്ളിക്ക് വേണ്ടി ഒരു 1500 എഴുതും. എന്താ 1500? ഇത് എവിടുത്തെ നിയമാന്ന് ചോദിച്ചിട്ട് കുലുമാലുണ്ടാക്കുന്ന തോന്നിവാസികൾ 10,000ങ്ങളും ലക്ഷങ്ങളുമാണ് ഈ ഹറാമിയത്തിന് ചിലവഴി. ഇല്ലേ? നമ്മുടെ നാട്ടിലില്ലേ? ചിന്തിക്കും നമ്മൾ. അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞ് നിങ്ങൾ ആവേശം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. വെറുതെ അല്ല, നമ്മളെ തകർക്കാനും കൊല്ലാനും എല്ലാവരും വരുന്നത്. അള്ളാഹ് നമ്മളെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ്. ലാ യുബാലിഹിമുല്ലാഹു ബാല. അള്ളാഹു നാം എന്തായാലും അള്ളാഹ്ക്ക് പ്രശ്നമില്ല. കാരണം എന്താ? അള്ളാഹനെ നമ്മൾ മറന്നു, അള്ളാഹിന്റെ ആദർശത്തെയും നമ്മൾ മറന്നു.
അല്ലെങ്കിൽ ഇതല്ല, ഇങ്ങനെ എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ. അതേപോലെ തന്നെ യുവാക്കളെ, പെണ്ണ് കാണാൻ ചെന്നാൽ പണ്ടൊക്കെ മിഠായി കൊടുക്കും അല്ലേ? പെണ്ണ് കാണാൻ പോണം, അവളെ കാണണം, എന്നിട്ട് ഇഷ്ടപ്പെടണം, എന്നിട്ട് കെട്ടിയാൽ മതി. പണ്ടൊക്കെ എന്താ, കണ്ട് ഇഷ്ടപ്പെട്ടാൽ മിഠായി കൊടുക്കും, പല സ്ഥലത്തും ഖുർആനൊക്കെ കൊടുക്കും. ഇന്നോ പോരിശാക്കപ്പെട്ട സാധനം കൊടുക്കാം, മൊബൈല്. ഏതെങ്കിലും പെണ്ണിന് നിന്റെ പുതിയാപ്പിള കാണാൻ വന്നപ്പോൾ മൊബൈൽ തന്നതാണെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഇപ്പുതിയാപ്പിള നരകത്തിലേക്കുള്ള പുതിയാപ്പിളയാണ്. ഇപ്പുതിയാപ്പിള നരകത്തിലേക്കുള്ള പുതിയാപ്പിളയാണ്. കാരണം എന്താ? അതിലൂടെയുള്ള സന്ദേശം എന്താ? നമ്മൾ രണ്ടാളും കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇനി മുതൽ നമുക്ക് എപ്പോഴും ഓക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹറാമ്, എപ്പോഴും ഹറാമ് അല്ലേ? പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞാൽ ഓക്കെ, നിക്കാഹ് കഴിഞ്ഞാൽ പെണ്ണ് നിന്റെതാണ്, നിക്കാഹിന് മുമ്പ് പെണ്ണ് നിന്റെതല്ല. അതാ നീ ചിന്തിക്കേണ്ടത്. മൊബൈൽ കൈമാറുക, രാപ്പകലില്ല, മണിക്കൂറുകളില്ല, ജോലിയൊന്നുമില്ല, എപ്പോഴും ശൃംഗാരം, കിന്നാരം, സല്ലാപം. വേണ്ടാന്ന് പറയുന്നില്ല, നിക്കാഹ് കഴിയട്ടെ. അതിനു മുമ്പ് ഈ ചെയ്യുന്നതെല്ലാം ഹറാമാണ്. അതുകൊണ്ട് മുസ്ലിം രക്ഷിതാക്കളെ, നിന്റെ മോളെ കാണാൻ വേണ്ടി പുതിയാപ്പിളയായിട്ടൊരു ചെറുപ്പക്കാരൻ കാണാൻ വന്നപ്പം മൊബൈല് കൊടുത്തതാണെങ്കിൽ അത് കൊടുക്കണ്ട എന്ന് പറയണം. അതുമല്ലെങ്കിൽ നിന്നെ എൻ്റെ മോക്ക് വേണ്ടടാ എന്ന് പറയുന്ന ഈമാനുള്ള ഉപ്പമാരായിട്ട് നീ മാറണം. ഇവിടൊക്കെ വേണ്ടത്, അല്ലാതെ തുള്ളിക്കളിക്കാൻ ആവേശം കാണിക്കല്ല. ചിന്തിക്ക്, ഇതൊക്കെ നമ്മളെ ഗൗരവത്തിലെടുക്ക്. പറഞ്ഞു വരുന്നത്, കല്യാണത്തിൻ്റെയും അതുപോലെയുള്ള മഹനീയമായ മുഹൂർത്തങ്ങളുടെ വേളകളിൽ നമ്മുടെ സ്ത്രീ വിഭാഗത്തിനിടയിലേക്ക് അന്യന്മാരായ ഫോട്ടോഗ്രാഫർമാരെ പറഞ്ഞയച്ചിട്ട്, ആരാ അവൻ്റെ മുന്നിൽ നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നിക്കൽ ഹറാമാണ് ഹലാലാണ് എന്ന് ആരാ നിന്നെ പഠിപ്പിച്ചത്? കല്യാണമായതുകൊണ്ട് ഹറാമായത് ഹലാലായതാണോ? ഓരോ മുഅ്മിനീങ്ങളും തല തുറന്ന് ചിന്തിച്ചോളൂ. ഇങ്ങനെ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും കല്യാണ മുഹൂർത്തം, പരിശുദ്ധമായ കല്യാണ മുഹൂർത്തം, ജീവിതത്തിൽ എന്നുമെന്നും ഓർമ്മിക്കപ്പെടുന്ന ആ അതുല്യമായ സ്വർഗീയ മുഹൂർത്തം, അതേ സ്വർഗത്തിലെത്തിക്കാൻ വഴിയൊരുങ്ങുന്ന നിക്കാഹിന്റെ മുഹൂർത്തം, നരകത്തിലെത്തിക്കാൻ വഴിയൊരുങ്ങുന്ന ഹറാമീയത്തിൻ്റെയും മുഹൂർത്തമാക്കിയിട്ട് സമുദായമേ നമ്മൾ മാറ്റുന്നുണ്ടോ? അതിന് മുന്നിട്ടിറങ്ങുന്ന രക്ഷിതാക്കളുണ്ടോ? അത് കണ്ടിട്ടും തടയാത്ത കാരണവന്മാരുണ്ടോ? ഇങ്ങനെയുള്ള ഹറാമിയത്തുകൾ വ്യാപകമായി നടന്നിട്ടും ഒരു വിരൽ പോലും അനക്കാത്ത മഹല്ല് കമ്മിറ്റിക്കാരുണ്ടോ? നിന്റെ പത്രാസ് കൊണ്ട് ദുനിയാവിൽ നിന്ന് നിന്നെ ആരും പിടിച്ചെന്ന് വരില്ല. പക്ഷേ നിനക്ക് ആരോഗ്യം തന്ന റബ്ബുണ്ടടാ, നിന്നെ അധികാരത്തിലിരുത്തിയ റബ്ബുണ്ടടാ. ആ റബ്ബ് നിന്നെ പിടിക്കുമ്പോൾ ആര് നിന്നെ രക്ഷിക്കാൻ വരും ഓർക്കുമോ? അതുകൊണ്ട് സമുദായമേ, ഹറാമീയത്തിനോട് വിട പറയാൻ, തെമ്മാടിത്തങ്ങളിൽ നിന്ന് രാജിവെക്കാൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ആദർശത്തിന്റെ വഴിയിൽ മുന്നേറാൻ, അങ്ങനെ നമ്മുടെ യുവതീ-യുവാക്കളെ ദീനിന്റെ മുത്തുമണികളായി, ആദർശത്തിന്റെ പൂമരങ്ങളായി വളർത്താൻ ഐഡന്റിറ്റിയുള്ള പിതാക്കന്മാരായി നമ്മൾ ഓരോരുത്തരും മാറണം. എൻ്റെ വാല് കേൾക്കുന്ന യുവാക്കളെ, എൻ്റെ വാല് കേൾക്കുന്ന യുവതികളെ, എത്ര ആരോഗ്യം ഉണ്ടായിട്ടെന്താ, എത്ര പത്രാസ് ഉണ്ടായിട്ടെന്താ, ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടായിട്ടെന്താ, എപ്പോഴാ മരിക്കുക, എവിടെ വച്ചാ മരിക്കുക? എല്ലാവരുടെ അടുത്തും അസ്രായീൽ വരൂല്ലേ? ആ അസ്രായീൽ വരുമ്പോൾ ആരാ മോനെ നിന്നെ രക്ഷിക്കാൻ വരിക?
ഇക്കാര്യം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുവോ? അങ്ങനെ സിനിമാ സംസ്കാരത്തിൽ നിന്ന് രാജിവെക്കാൻ, സിനിമാ നടന്മാരോടുള്ള പ്രേമത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ, എൻ്റെ പെങ്ങളെ സിനിമാ നടിമാരെയും സീരിയൽ നടിമാരെയും മനസ്സിൽ കൊണ്ട് നടന്ന് അവർ ധരിക്കും പോലെയുള്ള വേഷം ധരിച്ച് ശരീരം മറയാതെ ബോഡി ഷേപ്പ് പർദ്ദകളും ടൈറ്റ് ഫിറ്റ് വസ്ത്രങ്ങളും ധരിക്കുന്ന പെങ്ങളെ, ഇസ്ലാം പറയുന്ന പർദ്ദ എന്ന് പറഞ്ഞാൽ കറുത്ത എന്തെങ്കിലും വാരിച്ചിട്ടുക എന്നല്ല. ഇസ്ലാം പറഞ്ഞ പർദ്ദ എന്ന് പറഞ്ഞാൽ കളറിന്റെ മാനദണ്ഡത്തിലല്ല. കറുപ്പായാലും വെളുപ്പായാലും ചുവപ്പായാലും അതൊന്നുമല്ല പർദ്ദയുടെ മാനദണ്ഡം. പർദ്ദയുടെ മാനദണ്ഡം രണ്ടാണ്. പർദ്ദ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറയുന്ന പർദ്ദയുടെ മാനദണ്ഡം രണ്ട്. ആ പർദ്ദ ധരിച്ചാൽ പെണ്ണിന്റെ ശരീരം മുഴുവൻ മറയണേ. രണ്ടാമതായിട്ട് ആ പർദ്ദ ബോഡി ഷേപ്പ് ആകാൻ പാടില്ല, ടൈറ്റ് ഫിറ്റ് ആകാൻ പാടില്ല. അത് ഇസ്ലാമിക പർദ്ദയല്ല, അത് നരകീയ നാരിമാരുടെ പർദ്ദയാണ്. ഭാരതത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വന്ന ധിക്കാരികളെ, നിങ്ങൾക്ക് ശിങ്കിടി പാടാൻ എന്നെ കിട്ടൂല. നിങ്ങളെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്നത് വരെ ഈ മുഹമ്മദ് അലിക്ക് വിശ്രമമില്ലെന്ന് പറഞ്ഞ് ഗാന്ധിജിയോടൊപ്പം ഗോഖലെയോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിൽ തീഗോളമായി നിലകൊണ്ടു. ചുരുക്കി പറയാം, സാമ്പത്തികമായും ശാരീരികമായും തകർന്നു. എഴുന്നേക്കാൻ പോലും വയ്യാതെ അവശതയും വിവശതയുമായി രോഗശയിൽ കിടക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാരന്റെ ബക്കിമാം കൊട്ടാരത്തിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. അവശതയും വിവശതയുമായി രോഗശയിൽ കിടക്കുന്ന മൗലാന മുഹമ്മദ് അലി ഈ വിവരം അറിഞ്ഞപ്പോൾ ഒരു സഹായിയെയും കൂട്ടിയിട്ട് തന്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. 7 നാഴിക പോലും സഞ്ചരിക്കാൻ കഴിയാത്ത ആ മഹാൻ എങ്ങനെയൊക്കെയോ 7000 നാഴിക അകലെ ബ്രിട്ടീഷുകാരന്റെ കടലും കരയും കടന്നു ചെന്ന് ബ്രിട്ടീഷുകാരന്റെ ബക്കിമാം കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് ഉജ്ജ്വലമായൊരു പ്രസംഗം നടത്തി. ബ്രിട്ടീഷുകാരെ, അവശതയും വിവശതയുമായി കഴിയുന്ന ഞാൻ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഭ്രാന്തനായതുകൊണ്ടാണ് കരയും കടലും താണ്ടിക്കിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മിസ്റ്റർ ജോർജ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ബാക്ക് ടു ഇന്ത്യ, എ സ്ലേവ് കൺട്രി. ഗിവ് മീ ദ കീ ഓഫ് ഫ്രീഡം ഓർ 6 feet ഓഫ് എർത്ത് ഫോർ മൈ ബറിയൽ. വെള്ളപ്പട്ടികളെ, ഒന്നുകിൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചാവി തരണം, അല്ലെങ്കിൽ എനിക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ ഈ സ്വതന്ത്ര രാജ്യത്ത് 6 അടി മണ്ണ് വേണം. എന്നാലും ഒരു അടിമ രാജ്യത്തേക്ക് പോകാൻ ഞാൻ ഒരുക്കമല്ല എന്ന് വിളിച്ചു പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ബ്രിട്ടീഷുകാരന്റെ ബക്കിമാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കൊൾമയിർ കൊള്ളിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ മൗലാന മുഹമ്മദ് അലിയെ അറസ്റ്റ് ചെയ്തില്ലേ? അങ്ങനെ കോടതിയിൽ കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുക. മഹാനായ മൗലാന മുഹമ്മദ് അലി വിചാരണാ വേളയിൽ ഒറ്റക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനവർകൾ പറഞ്ഞു, ഈ ജഡ്ജിയെയും ഈ കോടതിയെയും ഒക്കെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ നേതാവ് മുഹമ്മദ് നബിയെയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന് കേൾക്കേണ്ട താമസം കാബാലികനായ ജൂതനായ ജഡ്ജി ഉണ്ടല്ലോ, ശരീരം വെളുവെളുത്തതാണെങ്കിലും അകതാരിന്റെ അകത്തളങ്ങൾ മുസ്ലിം വിരോധം കൊണ്ട് കറുകറുത്തു പോയിരുന്ന കാബാലികനായ ജൂതനായ ജഡ്ജി ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് ആക്രോശിച്ചു. നിർത്തടാ അവിടെ, നിന്റെ നേതാവിന്റെ പേര് പറയേണ്ടത് കോർട്ടിലല്ലടാ. സ്റ്റോപ്പ് ഇറ്റ്, നിന്റെ നേതാവിന്റെ പേര് പള്ളി ചെന്ന് പറയടാ എന്ന് ആക്രോശിച്ചപ്പോൾ മജ്ജയിലും മാംസത്തിലും പ്രവാചക പ്രേമം ഒഴുകിയൊരിച്ചിരുന്ന മൗലാന മുഹമ്മദ് അലി ഈറ്റപ്പുലിയെ പോലെ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നയാഗ്ര വെള്ളച്ചാട്ടം പോലെയുള്ള തന്റെ വാഗ്ധോരണികൾ ഉതിർത്തി വിട്ടോണ്ട് പറഞ്ഞു, എന്റെ നേതാവിന്റെ പേര് ഇവിടെ വെച്ച് തന്നെ ഞാൻ പറയുമടാ. അതിഷ്ടപ്പെടാത്തവനാണ് ഈ ജഡ്ജി എങ്കിൽ എന്നെ ക്രൂരമായി വെടിവെച്ച് കൊന്നുകളയാൻ ഉത്തരവിടണം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുഹമ്മദ് എന്നിങ്ങനെ വീറോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്ഷുഭിതനായ പട്ടാള മേധാവി പിടിച്ചിരുത്താൻ ചാടിയെടുന്നേറ്റപ്പോൾ ഭയം നിവറച്ച് ഇരുന്നു പോയി എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ജാജ്വല്യമാനമായ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുമ്പോൾ കവ്വായിലുള്ള മുസ്ലിമേ, കവ്വായിലുള്ള പെങ്ങളെ, കവ്വായിലുള്ള എന്റെ പ്രിയങ്കരായ യുവ സഹോദരങ്ങളെ, ആ പ്രവാചക പ്രേമമുണ്ടല്ലോ ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ടാമതായിട്ട് ഇംഗ്ലീഷിൽ PhD നേടി ബ്രിട്ടീഷുകാരന്റെ കോട്ടകൊത്തലങ്ങളിൽ
ഇടിമുഴക്കമുണ്ടാക്കി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പേടി സ്വപ്നമായി മാറിയ പ്രവാചക പ്രേമത്തിൽ അധ്യായം രചിച്ച മൗലാനാ മുഹമ്മദ് അലിയുടെ ആ മഹിതമായ പ്രവാചക പ്രേമത്തിന്റെ വഴി, അചഞ്ചലമായ ഈമാനിന്റെ വഴി, അത് നെഞ്ചിലേറ്റാൻ, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ, അങ്ങനെ ഏത് പ്രതിസന്ധികളെയും ഐഡന്റിറ്റി ഉള്ള മുസൽമാന്മാരായിട്ട് തൃണവൽഗണിക്കാൻ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാഹചര്യം ഒരുങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കേവലം ഒരൊച്ചയായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഇന്ന് പോയി കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ചിന്തിക്കണം. ഞാൻ ഈ നിങ്ങളോട് പറഞ്ഞ ഓരോ അനുഭവങ്ങളും ചിന്തിക്കണം. കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുക, റബ്ബേ എൻ്റെ ജീവിതം എത്ര ഹറാമ്, എത്ര ഹറാമ്, എത്ര തോന്നിവാസം. ഇപ്പം ഞാൻ മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ ഖബറ്? ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. വേറൊന്നും വേണ്ട. അല്ലാതെ വാദം കഴിഞ്ഞ് പോകുമ്പോൾ മോശമില്ല പ്രസംഗം, ഇതുകൊണ്ടൊന്നും കോയി ഫായിദാനഹി, ഒരു പ്രയോജനമില്ല. ഇന്നെല്ലാം പ്രഹസനങ്ങൾ മാത്രമാണ്, വെറും അഭിപ്രായങ്ങൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ ആകരുത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്ക്. നമ്മുടെ കൺമുൻപിൽ നടക്കുന്ന മരണങ്ങളും അപകടങ്ങളും എല്ലാം നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം, നമ്മെ ഈമാനുള്ളവരാക്കണം, നമ്മെ നിസ്കാരമുള്ളവരാക്കണം, നമ്മെ ദീനിലേക്ക് അടുപ്പിക്കണം. കവ്വായി മഹലിൻ്റെ ഈ കമ്മിറ്റിക്കാർ, അവരെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. കാരണം പുതിയ ഒരു ധാർമ്മികതയുടെ വഴി വെട്ടിത്തെളിക്കാൻ ഉള്ള പ്രതിജ്ഞയുമായിട്ടാണ് ഗോൾഡൻ ജൂബിലിക്ക് മുന്നിട്ടിറങ്ങിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഉത്ബോധന സദസ്സ്. അങ്ങനെ ദീനുള്ളവരായി നമ്മൾ മാറണം. നമ്മുടെ മക്കളെ, നമ്മുടെ കീഴിലുള്ളവരെ, രക്ഷിതാക്കളാണെങ്കിൽ മക്കളെയും ഭാര്യമാരെയും അനുജന്മാരെയും ഒക്കെ ദീനുള്ളവരാക്കണം. മഹല്ല് കമ്മിറ്റിക്കാരാണെങ്കിൽ മഹലിലുള്ള ധാർമ്മികതയ്ക്ക് നേതൃത്വം നൽകുക, അതാണ് അവരെ ഒന്നാമത്തെ ബാധ്യത. ഇന്ന് അധിക മഹല്ല് കമ്മിറ്റി അത് മറക്കുകയാണ്. എന്നിട്ട് തേങ്ങ പറിക്കാനും പിരിവ് നടത്താനും ശമ്പളം കൊടുക്കാനും പോവുകയാണ്. അതൊക്കെ വേണം, വേണ്ടാന്നല്ല. അതൊക്കെ ഒരു കമ്മിറ്റിക്കാരൻ്റെ ബാധ്യതയുടെ 1% താഴെയാണ്. ഏറ്റവും പ്രധാനമായ ബാധ്യത മഹല്ലിൽ ധാർമ്മികമായ സംസ്കാരം നിലനിർത്താൻ പരമാവധി പരിശ്രമിക്കുക. കമ്മിറ്റിക്കാർ വിചാരിച്ചാൽ അത് നടക്കും. നാട്ടുകാർ നല്ല മനസ്സുള്ളവരും ആദർശ തൽപരരുമാണ് എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ. ആ നട്ടലുള്ള ആ മഹാനുഭാവൻ പ്രതിസന്ധി ഘട്ടത്തിൽ നിറജ്യോതിയായിട്ട് നമുക്ക് മുന്നിൽ നിന്നില്ലേ മുഅ്മിനീങ്ങളെ? സ്കൂൾ സമയം മാറ്റിയിട്ട് മദ്രസാ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഹീന ശ്രമം നടന്നപ്പോൾ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഒരു 3-4 മാസം മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയത് ഓർമ്മയില്ലേ? സമരസജ്ജരാവുക മുസ്ലിമേ. ആ പ്രഖ്യാപനം മുസ്ലിം ജനത, കേരള മുസ്ലിം ജനത നെഞ്ചിലേറ്റി ഉണർന്നെഴുന്നേറ്റപ്പോൾ ഗവൺമെന്റ് ആ പ്രതിഷേധ കൊടുങ്കാറ്റിന് മുന്നിൽ മുട്ടുമടക്കി. ഇല്ലേ? അങ്ങനെയുള്ള ത്രാണിയുള്ള നേതൃത്വമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മുഖത്ത് നൈർമല്യതയുടെ കാരുണ്യത്തിന്റെ ദീപ്തിയാണെങ്കിലും പെരുമാറ്റത്തിലും ആദർശത്തിലും തീരുമാനത്തിലും ഒരു കൊടുങ്കാറ്റായിരുന്നു മഹാനായ തങ്ങൾ. ആധ്യാത്മികതയുടെ പർണശാലകളിൽ ഈമാനിന്റെയും ഇബാദത്തിന്റെയും താമരമുത്തുകൾ വിരിയിച്ച ആ മഹാനുഭാവൻ നമ്മോട് ഇവിടെ പറഞ്ഞു പോയി. ഒരു ജാടയുള്ള ആളായിരുന്നില്ല. ഒരു പേര്, ഉമർ എന്ന പേര് അന്വർത്ഥമാക്കും പോലെ സമുദായത്തിന് വേണ്ടി സ്നേഹത്തോടെ നിലകൊണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം ചിന്തിച്ചു നോക്ക്. തങ്ങൾ സ്വന്തം ചെലവിൽ പോറ്റി വളർത്തുന്ന എത്രയോ കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ഇതൊരു പത്രത്തിലുണ്ടാവില്ല, ഇതൊരു TV ന്യൂസിലുണ്ടാവില്ല, ഇതൊരു വീഡിയോ ക്ലിപ്പിലെടുത്തിട്ട് ഞങ്ങളെ നേതാവ് വലിയ മഹാനാണ് ജാട നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിയണത് ഞാനിത് പറഞ്ഞത് കൊണ്ടായിരിക്കും. മഹാനവറുകൾ നിര്യാതനായപ്പോഴാണ് ഈ വാർത്ത ലോകമറിഞ്ഞത്. എത്ര കുടുംബക്കാർ സ്വന്തം ചെലവിൽ, മാത്രമല്ല ജ്വല്ലറി ഉദ്ഘാടനത്തിന് ചെന്നാൽ പാരിതോഷികം പൊന്നാ കിട്ടുക. കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? തൻ്റെ പ്രിയങ്കരിയായ ഭാര്യയുടെ മണിമാറിൽ അണിയുകയാണോ? അല്ല. മകൾക്ക് കൊടുക്കുകയാണോ? അല്ല. അലമാരയിൽ വെക്കുകയാണ്. എന്തിന്?
തങ്ങളുടെ അടുത്ത് ചെല്ലുന്ന പാവപ്പെട്ട ആൾക്കാർ തങ്ങളെ മോളെ കല്യാണാണ്, ഒരു വകയില്ല, ദുആ ചെയ്യണം, ആശീർവാദം വേണമെന്ന് പറഞ്ഞ് ആ പാണക്കാട് കൊണപ്പണക്കലെ ആത്മീയതയുടെ ജ്യോതിസായ മഹാന്മാരുടെ ആ മുറ്റത്ത് ചെന്ന് പാവങ്ങൾ ദുആ ചെയ്യാനും ആശീർവാദത്തിനും ചെല്ലുമ്പോൾ ഉമറിലി തങ്ങൾ അതാ അകത്തു ചെല്ലുന്നു. പുഞ്ചിരിയോടെ കടന്നു വരുന്നു ഒരു പെട്ടി, സ്വർണ്ണപ്പെട്ടി. ഇന്നലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തപ്പോൾ കിട്ടിയ 5 പവന്റെ സ്വർണ്ണമെടുത്തിട്ട് കണ്ണുനീരോടെ ദുആക്ക് വസീത്ത് ചെയ്ത ഉപ്പാടെ കൈ കൊടുത്തിട്ട് പറയുന്നു, ഇതാ നിന്റെ മോക്ക്, നിങ്ങളുടെ മകൾക്ക് എൻ്റെ വക. ഇതാണ് നമുക്ക് നഷ്ടമായത്, ഇതാണ് നമുക്ക് നഷ്ടമായത്. ഇതുപോലൊരു മഹാനിന് വരുമോ? അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു പകരക്കാരനെ തരട്ടെ. എന്തിനു മുന്നിലും ഊർജ്ജസ്വലതയോടെ നിലകൊള്ളാൻ. വഖഫ് ബോർഡ് ചെയർമാനാണ്. ഗവൺമെന്റിന്റെ ഔദ്യോഗിക വാഹനം കൊടി ഉയർത്തിയിട്ട് ബോർഡ് വെച്ച വാഹനമുണ്ട്. ഇന്ന് വരെ നമ്മുടെ റോട്ടിൽ നമ്മളത് കണ്ടിട്ടുണ്ടോ? തങ്ങളെ മുറ്റത്താ ഉണ്ടായിരുന്നത്. എല്ലാ സ്വകാര്യ ആവശ്യത്തിനും സ്വന്തം വണ്ടിയാ. ആ വണ്ടി ആകെ ഉപയോഗിച്ചിരുന്നത് വഖഫ് ബോർഡിന്റെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ മാത്രം. ഇതാണ് പൊതുപ്രവർത്തകൻ, ഇതാണ് പൊതുപ്രവർത്തകൻ. പൊതുപ്രവർത്തനത്തിൽ പോലും സൂക്ഷ്മത പുലർത്തി ജീവിച്ച മഹാൻ. നമ്മൾ അറിഞ്ഞോ ഈ പാഠം? നമ്മൾ അറിഞ്ഞോ ഈ സുന്ദരമായ മാതൃക? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അതുപോലെയുള്ള മഹാന്മാരൊക്കെ നമുക്ക് നഷ്ടമാവുകയാണ്. നല്ല നല്ല ആൾക്കാർ മരിച്ചിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യുബാലിഹിമുല്ലാഹു ബാല. ചപ്പ് ചവറുകൾ മാത്രം ബാക്കിയാകുമ്പോൾ ഭൂമികുലുക്കം, ഇടിമുഴക്കം, മർദ്ദനങ്ങൾ, കൊലവിളികൾ, കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ എല്ലാം ഉണ്ടാകും എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചക ശൃംഖലയിലെ ആ ഉജ്ജ്വലനായ കണ്ണിയോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിലെത്തട്ടെ. ആ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൻ്റെ തണലിൽ ഈമാനോടെ ജീവിക്കാൻ അള്ളാഹു നമ്മെ എന്നും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ആദർശത്തിൻ്റെ വഴിയിൽ ജീവിതത്തെ ധന്യമാക്കാൻ നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വളരെ വിനയത്തോടെ എനിക്ക്, എന്നെ ക്ഷമിച്ച നിങ്ങളോട് വളരെ വിനയത്തോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ദുആകളിൽ ഈ വിനീതനെ ഉൾപ്പെടുത്തണം എന്നാണ്. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പലർക്കും കൊണ്ടിട്ടുണ്ടാവും. കൊള്ളാൻ തന്നെയാണ് പറഞ്ഞത്, അതിനു വേണ്ടി തന്നെ മനഃപൂർവ്വം പറഞ്ഞതാണ്, ആവേശത്തിൽ എന്തെങ്കിലും ഡയലോഗ് അടിച്ചതല്ല. വളരെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പറഞ്ഞത് മുഴുവൻ. നമ്മിൽ ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായാൽ എൻ്റെ ഈ ഒച്ചയും എൻ്റെ ഈ സമയവും എൻ്റെ ഈ ആരോഗ്യവും വളരെ ഉപകാരത്തിലായി, സഫലമായി. അല്ലെങ്കിൽ എല്ലാം വിഫലമായി. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സംസ്കാരത്തിലും ഈമാനിൻ്റെ വഴി തുറക്കുന്ന ഒരു ശുഭമുഹൂർത്തമാക്കിയിട്ട് ഈ ഗോൾഡൻ ജൂബിലിയുടെ ഉദ്ഘാടന വേളയും അനുബന്ധ കാര്യങ്ങളും മാറ്റട്ടെ. ആമീൻ. ഇതിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഇതിന് മുന്നണിയിൽ പ്രവർത്തിച്ച പരേതാത്മാക്കളായ ഒരുപാട് ഭാരവാഹികൾ, അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. നമ്മെ എല്ലാവരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് വളരെ വിനയപുരസ്സരം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.